നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ജി എസ് ടി അതിന്റെ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ദെൻ നമ്മുടെ ഒരു കമ്പനീന്റെ റിട്ടേൺ ഫയലിംഗ് അങ്ങനെ ചെയ്യാം. അതെല്ലാം കംപ്ലീറ്റ് അതിന്റെ ഓരോ ഫോംസിലും അതിൽ എന്തൊക്കെയുണ്ട് അതും തിയറിറ്റിക്കലായിട്ടും അതിന്റെ ഓൺലൈൻ ഫയലിംഗ് എങ്ങനെ ചെയ്യാം, ജി എസ് ടി സൈറ്റിൽ കയറി എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഓൺലൈൻ ഫയലിംഗ് അതുപോലെ ഓഫ്ലൈൻ ഫയലിംഗ്, ജി എസ് ടിയിൽ ഓൺലൈൻ ഫയലിംഗും ഉണ്ട് ഓഫ്ലൈൻ ഫയലിംഗും ഉണ്ട്. ഓക്കെ, സോ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് കംപ്ലീറ്റ് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്കിപ്പോ കുറച്ച് പാർട്സ്, അതായത് സ്വന്തമായിട്ട് ബിസിനസ് റൺ ചെയ്യുന്നവർ ഈ ക്ലാസ്സിലുണ്ട്. അവർക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് നേട്ടം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ജി എസ് ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ഫയൽ ചെയ്യാം. മറ്റൊരു കൺസൾട്ടന്റിനെ, ടാക്സിന്റെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ഓഡിറ്ററിനെ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസി സ്ഥാപനത്തിന് വർക്ക് കൊടുക്കാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലെ വർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ. രണ്ടാമത്, ഓരോ കമ്പനിയിലും സ്റ്റാഫായിട്ട് അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നിങ്ങളുടെ കമ്പനിയിലെ ഇപ്പോ ഒരു അക്കൗണ്ടന്റ് സ്റ്റാഫ് കമ്പനിയിൽ ഉണ്ടായിട്ടും ആ അക്കൗണ്ടന്റ് സ്റ്റാഫിന് ആ കമ്പനിയിലെ ജി എസ് ടി ഫയലിംഗ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ചെയ്യാൻ അറിയത്തില്ല. അതിന്റെ പേരിൽ ആ സ്റ്റാഫ് എന്ത് ചെയ്യുന്നു, അവിടുത്തെ അക്കൗണ്ട്സ് വർക്ക് മാത്രം ചെയ്യുന്നു. ജി എസ് ടി വർക്ക് ആർക്ക് കൊടുക്കും, ജി എസ് ടി വർക്ക് ഒരു പുറത്ത് കൺസൾട്ടന്റിനെ ഏൽപ്പിക്കും. ക്ലിയർ, അതിന്റെ ആവശ്യമില്ല. ആ ഒരു അക്കൗണ്ടന്റ് സ്റ്റാഫിന് ജി എസ് ടി ഫയലിംഗ് ചെയ്യാൻ അറിയാമെങ്കിൽ അല്ലെ, സ്വന്തമായിട്ട് ആ കമ്പനീന്റെ ജി എസ് ടി സ്വന്തമായിട്ട് ചെയ്യാം. അതൊന്ന്. അടുത്തൊരു പോയിന്റ്, ഇപ്പോ ഒരു ബികോം ഒക്കെ പഠിച്ചിറങ്ങി ഒരു അക്കൗണ്ടന്റ് ജോലി നോക്കുന്ന ഒരാള് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ കമ്പനി ചോദിക്കും, അക്കൗണ്ട്സ് മാത്രമല്ല ജി എസ് ടിന്റെ ഫയലിംഗ് അറിയോ ചോദിക്കും. അപ്പൊ ജി എസ് ടിന്റെ ഫയലിംഗ് അറിയാമെന്ന് നല്ല കോൺഫിഡൻസ് ആയി പറയണമെങ്കിൽ ആ ഫയലിംഗ് പഠിക്കണം. ക്ലിയർ, ഓക്കെ. അതുപോലെ ഇനിയുമുണ്ട്, നമുക്ക് ഈ ജി എസ് ടി ഫയലിംഗ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഒരു ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം, ഒരു കൺസൾട്ടൻസി ബിൽഡ് ചെയ്യാം. ക്ലിയർ, എല്ലാവർക്കും നേട്ടമാണ്. ക്ലിയർ, ഓക്കെ. സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഒരു ജി എസ് ടിന്റെ ഫയലിംഗ് ചെയ്ത് കൊടുക്കുന്ന ആസ് എ കൺസൾട്ടന്റ് എന്ന പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. ക്ലിയർ, ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ജി എസ് ടിന്റെ വർക്ക് ആർക്ക് വേണോ ചെയ്യാം. അതിന് ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ഇത് പഠിച്ച ആളാവണം, അങ്ങനെയൊന്നും നിലവിലില്ല. ക്ലിയർ, മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ജി എസ് ടി വന്ന സമയത്ത് ഒരു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. ആ എക്സാം ജയിച്ച് പാസ്സായ ആൾക്ക് മാത്രമേ ജി എസ് ടി ഫയലിംഗ് വർക്ക് ചെയ്യാൻ സാധിക്കൂ, അങ്ങനെയൊക്കെ ആയിരുന്നു മുമ്പ്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ജി എസ് ടി അറിയാം എങ്കിൽ ആർക്കും ജി എസ് ടിന്റെ വർക്ക് ചെയ്യാൻ സാധിക്കും. ക്ലിയർ, ഓക്കെ. അപ്പോ ഈ ജി എസ് ടിയില് നമുക്ക് ഒരൊറ്റ കാര്യം മാത്രം ചെയ്യാൻ സാധിക്കില്ല. അത് ജി എസ് ടി ആർ 9C ആണ്. ജി എസ് ടി ആർ 9C എന്ന ഫോം ഉണ്ട്, 9C. ആ 9C എന്ന് പറയുന്ന ഫോം മാത്രം എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് ഫയലിംഗ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ 9C എന്ന് പറഞ്ഞാൽ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഫയൽ ചെയ്യേണ്ട ഫോമാണ് 9C. ആ 9C നമുക്ക് അത് ഓഡിറ്റ് ആണ്. അത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, CA ഓർ CMA, അങ്ങനെ ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്യാൻ സാധിക്കൂ. ക്ലിയർ, അപ്പോ ആ ഒരു വർഷമാകുമ്പോൾ അത് 5 കോടിക്ക് മേലെ ടേൺ ഓവർ ഉള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ആ 9C ചെയ്യേണ്ടത്. ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ അത് മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ, അതല്ലാതെയുള്ള എല്ലാ ഫോംസും, ജി എസ് ടി ബന്ധപ്പെട്ട എല്ലാ ഫോംസും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ക്ലിയർ, ഒരു ഐഡിയ കിട്ടിയല്ലോ ഇപ്പോ അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അപ്പൊ നമുക്ക് ഈ ഫയലിംഗ് ഫോംസ്, അതായത് ഇപ്പോ ഒരു ബിസിനസ് സ്ഥാപനം ജി എസ് ടി രജിസ്റ്റേർഡ് സ്ഥാപനമാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം ഒരു മാസം 2 റിട്ടേൺസ് ഫയൽ ചെയ്യണം.
ഓക്കെ, ഒരു ബിസിനസ് സ്ഥാപനം GST രജിസ്റ്റേർഡ് ആയ സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനം ഒരു മാസം 2 റിട്ടേൺ ഫോം ഫയൽ ചെയ്യണം. GSTR 1 അതുപോലെ GSTR 3B. അതാണ് ഫോമിന്റെ പേര്. ഓക്കെ, ക്ലിയർ? അപ്പോ ആ 2 റിട്ടേൺസ് ഒരു മാസം ഫയൽ ചെയ്യണം. പിന്നെ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ GSTR 9 ചെയ്യണം, GSTR 9C ചെയ്യണം. ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇത് നോർമൽ സ്കീം ആണെങ്കിൽ മാത്രം. മറ്റൊരു സ്കീമുണ്ട്, കോമ്പോസിഷൻ സ്കീം. ആ കോമ്പോസിഷൻ സ്കീം ആണെങ്കിൽ ക്വാർട്ടേർലി ആണ് എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. അതിനൊരു ഫോം ഉണ്ട്, CMP08. ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം ആ സ്കീം എടുത്ത ആൾക്കാർ. GSTR 4. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫോംസ് ഉണ്ട്. GSTR 1 മുതൽ GSTR 1, 2, 3, 4, 5, 6, 7, 8, 9, 9, 10, 11 ഒരുപാട് ഫോംസ് GSTയിലുണ്ട്. ക്ലിയർ? ഇപ്പൊ നോർമൽ ബിസിനസ്സുകാരാണെങ്കിൽ മന്ത്ലി ചെയ്യേണ്ടത് 1ഉം 3Bയും ആണ്. GSTR 1 അതിനകത്ത് 19 ബോക്സ് ഉണ്ട്. നമുക്ക് പഠിക്കേണ്ടത് അതൊക്കെ. ആ 19 ബോക്സ് എന്തൊക്കെയാണ്, ആ ഓരോ കാര്യങ്ങളും എന്താണെന്ന് പഠിക്കണം. അതൊക്കെ സൈറ്റ് ലോഗിൻ ചെയ്ത് അതിനകത്ത് ആ ഓരോ കോളംസും ആ 19 ബോക്സും എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം പഠിക്കണം. ദെൻ GSTR 3B, നമ്മൾ ടാക്സ് പേയ്മെന്റ് ചെയ്യേണ്ടത് 3Bയിലാണ്. ആ 3B എങ്ങനെ ഫയൽ ചെയ്യാം? ആ 3B എന്ന ഫോമിനകത്ത് 5 ബോക്സ് ഉണ്ട്. ആ 5 ബോക്സും എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം അത് പഠിക്കണം. ഈ 1ഉം 3Bയും അതിന് ഓൺലൈൻ ആയിട്ട് ഫയൽ ചെയ്യുക മാത്രമല്ല, ഓഫ്ലൈൻ ഫയലിംഗ് ഉണ്ട്. ഇപ്പൊ ടാലി എന്ന സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ എക്സലോ അതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ചെയ്തിട്ട് ഒരുമിച്ച് അങ്ങ് അപ്ലോഡ് ചെയ്യാം. ഓഫ്ലൈൻ ഫയലിംഗ് അതെങ്ങനെ ചെയ്യാം? ദെൻ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം. GSTR 9 എല്ലാവരും ചെയ്യണം. GST നമ്പറുള്ള എല്ലാവരും GSTR 9 ചെയ്യണം. GSTR 9 എന്ന് പറയുന്ന ഫോമിനകത്ത് 19 ബോക്സ് ഉണ്ട്, 19 ബോക്സ്. അതെല്ലാം നമുക്ക് പഠിക്കേണ്ടതാണ്. ക്ലിയർ? പക്ഷേ നമുക്ക് ഇതെല്ലാം പഠിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആദ്യം GSTന്റെ ഒരു ബേസ് വേണം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, GSTന്റെ ബേസ് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ? ഓക്കെ, ബേസ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓരോ ഫോംസിന്റെ ലോജിക്ക് മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ട് പരിചയം ഉണ്ടാവും 1ഉം 3Bയും 9 ഒക്കെ. പക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ അതിന്റെ ബേസ് വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? GSTന്റെ ബേസ്. ബേസ് മീൻസ് എവിടെ? GST എന്ന് പറഞ്ഞ എന്താ? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അല്ലെ? GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഫുൾ ഫോം മാത്രമേ ഉള്ളൂ. ക്ലിയർ? GSTന്റെ ഫുൾ ഫോം ആണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അവിടെ GST എന്ന് പറയുന്ന ഈ ഒരു ടാക്സ് സിസ്റ്റം നമ്മുടെ ഇന്ത്യയില് എന്നാ ഇംപ്ലിമെന്റ് ആയത്? നമ്മുടെ ഇന്ത്യയിലെ GST ഇംപ്ലിമെന്റ് ആയത് 2017 ജൂലൈ 1 മുതലാണ്. ഓക്കെ, 2017 ജസ്റ്റ് 3 വർഷം മുമ്പ് അല്ലെ? ഇപ്പൊ 3 വർഷം കംപ്ലീറ്റ് ചെയ്തു. 3 വർഷം മുമ്പ് 2017 ജൂലൈ 1 ആണ് എന്ത് ചെയ്തേ? GST എന്ന് പറയുന്ന ഈ ടാക്സ് നമ്മുടെ ഇന്ത്യയിലെ ഇംപ്ലിമെന്റ് ആയത്, നടപ്പിലാക്കിയത്. ഓക്കെ, സോ നമുക്ക് പഠിക്കുമ്പോ ആ 17 ജൂലൈ 1 മുതൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. 3 വർഷത്തെ ഒരു യാത്ര. ക്ലിയർ? ഒരുപാട് കാര്യങ്ങൾ മാറി. 17 ജൂലൈ 1 ആ സമയത്ത് GSTയിൽ എന്തായിരുന്നു അവസ്ഥ? കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അതല്ല അവസ്ഥ. ആ അവസ്ഥ മാറി. പിന്നീടും അത് മാറി. ഇപ്പൊ എന്താ അവസ്ഥ? ആദ്യം എന്തായിരുന്നു ഉണ്ടായിരുന്ന അവസ്ഥ, അതല്ല ഇപ്പോഴത്തെ അവസ്ഥ. ക്ലിയർ? അടുത്ത മാസം മുതൽ വരാൻ വേണ്ടി പോകുന്ന അവസ്ഥ വേറെയാണ്. അപ്പൊ ആ ഒരു എന്തുകൊണ്ട് മാറ്റം വന്നു, എന്താണ് റീസൺസ്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, അറിയണമെങ്കിൽ നമുക്ക് ആ ഒരു 17 ജൂലൈ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ, പക്ഷേ 17 ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 17 ജൂലൈ 1 മുമ്പ് എന്തായിരുന്നു എന്ന് ആദ്യം ഒന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഓക്കെ, 17 ജൂലൈ 1 മുമ്പ്
എന്തായിരുന്നു നമ്മുടെ രാജ്യത്തിലെ അവസ്ഥ, ഇൻഡയറക്ട് ടാക്സ് ബന്ധപ്പെട്ട് എന്തായിരുന്നു അവസ്ഥ, ആ അവസ്ഥ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 17 ജൂലൈ 1 മുതൽ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഞാൻ ഇപ്പം പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ 17 ജൂലൈ 1 മുമ്പ്. ക്ലിയർ? ഓക്കെ, ശരി. ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ നമുക്കറിയാം ഒരുപാട് വെറൈറ്റി ഓഫ് ഇടപാടുകൾ അല്ലെ, ട്രാൻസാക്ഷൻസ്, ഈവന്റുകൾ, ബിസിനസ് ഈവന്റുകൾ നടക്കും അല്ലെ. എന്തൊക്കെയാ ബിസിനസ് ഈവന്റുകൾ? നമുക്കറിയാം ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു അല്ലെ, ആ ഗുഡ്സ് സെയിൽ ചെയ്യുന്നു, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, ആ ഗുഡ്സ് സെയിൽ ചെയ്യുന്നു അല്ലെ. ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക, ആ പർച്ചേസ് നടത്തിയ ഗുഡ്സ് സെയിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഒറ്റ ടേമിൽ വിളിക്കാം. എന്താ? ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് അല്ലെ. ട്രേഡിംഗ് ഓഫ് ഗുഡ്സ്, ഗുഡ്സിന്റെ ട്രേഡ്, കച്ചവടം. ക്ലിയർ? ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഒരു ബിസിനസ് ഈവന്റ് ആണ്, നമുക്കറിയാം. അതുപോലെ മറ്റൊരു ഈവന്റ് ഏതാ? ഇപ്പൊ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു കസ്റ്റമേഴ്സിന് അല്ലെ. നമ്മൾ കസ്റ്റമേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതും ഒരു ഈവന്റ് അല്ലേ, അതും ഒരു ബിസിനസ്സിലെ ഈവന്റ് ആണ്. അപ്പോ ഗുഡ്സിന്റെ ട്രേഡിംഗ് ഒരു ഈവന്റ് ആണ്, സർവീസ് പ്രൊവൈഡ് ചെയ്യുക അതും ഒരു ഈവന്റ് ആണ്. ക്ലിയർ? ഇനി ഗുഡ്സ് പ്രൊഡക്ഷൻ, മാനുഫാക്ചറിംഗ് ഓഫ് ഗുഡ്സ് ഇല്ലേ, ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ അല്ലെ, ആ ഗുഡ്സിന്റെ പ്രൊഡക്ഷനും എന്താണ്? ഒരു ബിസിനസ്സിലെ ഈവന്റ് ആണ്. ക്ലിയർ? അതും എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഈവന്റ് ആണ്. ഇനിയുമുണ്ട് ഒരുപാട് ഈവന്റ്. പിന്നെന്താ? ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യത്തില്ലേ അല്ലെ, ഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഫ്രം അതർ കൺട്രി. അപ്പൊ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, അതും എന്താണ്? അതും ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഈവന്റ് ആണ്. അപ്പോ ട്രേഡിംഗ് ഓഫ് ഗുഡ്സും സർവീസ് പ്രൊവൈഡിങ്ങും മാനുഫാക്ചറിംഗ് ഓഫ് ഗുഡ്സും അല്ലെ, മാനുഫാക്ചറിംഗ് ഓഫ് ഗുഡ്സും ഗുഡ്സിന്റെ ഇമ്പോർട്ടിങ്ങും ഇതെല്ലാം ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഈവന്റുകളാണ്. എന്നാൽ ഈ ബിസിനസ് സ്ഥാപനത്തിലെ ഈ ഈവന്റുകൾ നടക്കുമ്പോ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഈ പറഞ്ഞ ഈവന്റുകൾ നടക്കുമ്പോൾ അവിടെ നമ്മൾ ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഈ പറഞ്ഞ ബിസിനസ് ഈവന്റുകളൊക്കെ നടക്കുമ്പോൾ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് അടയ്ക്കണം. ക്ലിയർ? ഓക്കെ. അതെല്ലാം ടാക്സബിൾ ആണ്, അതിനെല്ലാം ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടി വരും. ക്ലിയർ? അതിനെല്ലാം ടാക്സ് നമ്മൾ അടയ്ക്കണം എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഈവന്റുകളെ നമുക്ക് ഇങ്ങനെ വിളിക്കാം. ഈ ബിസിനസ് ഈവന്റുകളെ നമുക്ക് ഇങ്ങനെ പറയാം. എന്താ? ഇതെല്ലാം ടാക്സബിൾ ഈവന്റ് ആണ് അല്ലെ, ഇതെല്ലാം എന്താണ്? ടാക്സബിൾ ഈവന്റുകളാണ്. പറയാലോ അല്ലെ. ഈ ബിസിനസ് ഈവന്റുകൾ നടക്കുമ്പോൾ നമ്മൾ ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഈ ബിസിനസ് ഈവന്റുകളെ നമുക്ക് എന്ത് വിളിക്കാം? ഇതെല്ലാം ടാക്സബിൾ ഈവന്റുകളാണ്. ഓക്കെ എന്ന് പറഞ്ഞൂടെ? പറയാം. ഇതെല്ലാം എന്താണ്? ടാക്സബിൾ ഈവന്റ് ആണ്. അപ്പൊ എന്തൊക്കെയാ ടാക്സബിൾ ഈവന്റ്? ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് അല്ലെ, ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് ഒരു ടാക്സബിൾ ഈവന്റ് ആണ്. സർവീസ് പ്രൊവൈഡിങ് ഒരു ടാക്സബിൾ ഈവന്റ് ആണ്. ഗുഡ്സിന്റെ മാനുഫാക്ചറിങ് ഒരു ടാക്സബിൾ ഈവന്റ് ആണ് അല്ലെ. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, അതും എന്താണ്? ഒരു ടാക്സബിൾ ഈവന്റ് ആണ്. സോ ഇതെല്ലാം ഒരു ടാക്സബിൾ ഈവന്റ് ആണെങ്കിൽ അതിന് ടാക്സ് ഉണ്ടാവത്തില്ലേ അല്ലേ? നേരത്തെ പറഞ്ഞു ഈ ഓരോ ഈവന്റിനും നമ്മൾ ടാക്സ് അടയ്ക്കണം, അതുകൊണ്ട് നമ്മൾ ഈ ഈവന്റുകളെ ടാക്സബിൾ ഈവന്റ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ടാക്സബിൾ ഈവന്റുകൾക്ക് ഏത് ടാക്സാ ചാർജ് ചെയ്യുന്നേ? അത് വേണ്ടേ? GST ആണോ ചെയ്യുന്നേ? GST അല്ല. എന്തുകൊണ്ടാ? ഈ പറയുന്ന കാര്യം എപ്പോഴാ? 17 ജൂലൈ 1 മുമ്പ് അല്ലെ. സോ 17 ജൂലൈ 1 മുമ്പ് ഈ ബിസിനസ് സ്ഥാപനത്തിലെ ഈ ടാക്സബിൾ ഈവന്റുകൾക്കൊക്കെ എന്ത് ടാക്സ് ആയിരുന്നു നമ്മൾ ചാർജ് ചെയ്തേ? ക്ലിയർ? ഫോർ എക്സാമ്പിൾ ട്രേഡിംഗ് ഓഫ് ഗുഡ്സ്,
ഗുഡ്സിന്റെ ട്രേഡിംഗ് എന്ന് പറയുന്ന ടാക്സബിൾ ഈവന്റ് നടന്ന സമയത്ത് നമ്മൾ കൊടുത്ത ടാക്സ് ആയിരുന്നു VAT, വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്. ക്ലിയർ? ഗുഡ്സിന്റെ ട്രേഡിംഗ്, പർച്ചേസ് ദെൻ സെയില്, ആ ട്രേഡിംഗ് സമയത്ത് നമ്മൾ കൊടുത്ത ടാക്സ് ആയിരുന്നു VAT, വാല്യൂ ആഡഡ് ടാക്സ്. അതുപോലെ ഗുഡ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്തില്ലേ, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ടാക്സബിൾ ഈവന്റ് സമയത്ത് നമ്മൾ കൊടുത്ത ടാക്സ് ആയിരുന്നു ഏത്? സർവീസസ് ടാക്സ്. എന്തായിരുന്നു? സർവീസസ് ടാക്സ്. ഓക്കെ. അതുപോലെ നമ്മൾ ഗുഡ്സ് മാനുഫാക്ചറിങ് അല്ലെ, ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ, ആ സമയത്ത് നമ്മൾ കൊടുത്ത ടാക്സ് ആയിരുന്നു സെൻട്രൽ എക്സൈസ് ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഓർ സെൻട്രൽ എക്സൈസ് ടാക്സ്. ഓക്കെ. ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് വാറ്റ്, സർവീസ് പ്രൊവൈഡിംഗ് സർവീസ് ടാക്സ്. ഓക്കെ. മാനുഫാക്ചറിംഗ് ഓഫ് ഗുഡ്സ് എക്സൈസ് ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയാം. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോ ഏതാ? കസ്റ്റംസ്. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഏതാ? ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കസ്റ്റംസ്. മനസ്സിലായല്ലോ? ഇതാണ് ലോജിക്ക് കേട്ടോ. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കസ്റ്റംസ് ടാക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്തേ. ഓക്കെ, ക്ലിയർ? സോ നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ്, ഇതായിരുന്നു നമ്മുടെ അവസ്ഥ. ഓരോ ടാക്സബിൾ ഈവന്റുകൾക്കും ഓരോ ടാക്സ് ആയിരുന്നു. ഓക്കെ. ഈ പറഞ്ഞ ആ ടാക്സബിൾ ഈവന്റുകൾക്ക് ഓരോ ടാക്സബിൾ ഈവന്റിനും ഓരോ ടാക്സ് ആയിരുന്നു ചാർജ് ചെയ്തിരുന്നത്. ക്ലിയർ? എന്നാൽ 17 ജൂലൈ 1 ആയപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റുകൾക്കില്ലേ, 17 ജൂലൈ 1 ആയപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ടാക്സബിൾ ഈവന്റുകളൊക്കെ ഉണ്ടല്ലോ. ടാക്സബിൾ ഈവന്റുകൾ ഏതൊക്കെയാ? ട്രേഡിംഗ് ഓഫ് ഗുഡ്സും സർവീസ് പ്രൊവൈഡിങ്ങും ഗുഡ്സിന്റെ മാനുഫാക്ചറിങ്ങും ഗുഡ്സിന്റെ ഇമ്പോർട്ടിങ്ങും അങ്ങനെയുള്ള ആ ടാക്സബിൾ ഈവന്റുകളെല്ലാം എന്ത് ചെയ്തു? ഒരൊറ്റ ഈവന്റായി മാറി. ക്ലിയർ? 17 ജൂലൈ 1 ആയപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ വ്യത്യസ്തമായ എല്ലാ ടാക്സബിൾ ഈവന്റുകളും എന്ത് ചെയ്തു? ഒരൊറ്റ ടാക്സബിൾ ഈവന്റായി മാറി. ആ ഈവന്റിന്റെ പേരാണ് സപ്ലൈ. സപ്ലൈ, SUPPLY, സപ്ലൈ. സപ്ലൈ എന്ന ഒരൊറ്റ ടേമിൽ ഒതുങ്ങി ടാക്സബിൾ ഈവന്റുകളെല്ലാം. എന്ന് പറഞ്ഞാൽ ഗുഡ്സിന്റെ ട്രേഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ മതി. ഇനി മുതൽ ഗുഡ്സിന്റെ മാനുഫാക്ചറിങ് സപ്ലൈ എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ? അതുപോലെ എന്താ? സർവീസ് പ്രൊവൈഡ് ചെയ്യുക സപ്ലൈ എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുക, അതിന് നമുക്ക് എന്ത് ചെയ്യാം? സപ്ലൈ എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ? അതിനെ നമുക്ക് സപ്ലൈ എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? ദ ലോജിക്ക്. അപ്പോ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എല്ലാ ടാക്സബിൾ ഈവന്റുകളും, എല്ലാ വ്യത്യസ്തമായ എല്ലാ ടാക്സബിൾ ഈവന്റും എന്ത് ചെയ്തു? സപ്ലൈ എന്ന ഒരൊറ്റ ടേമിൽ ഒതുങ്ങി. എന്ന് 17 ജൂലൈ 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്ന് ആ വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റുകളില്ലേ, അതിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ആ വ്യത്യസ്തമായ ടാക്സുകളില്ലേ, ഏതൊക്കെയാ? വാറ്റും സർവീസ് ടാക്സും എക്സൈസും കസ്റ്റംസ് ഒക്കെ ഇല്ലേ? ആ ടാക്സുകളൊക്കെ എന്ത് ചെയ്തു? ആ ടാക്സുകളും ഒരൊറ്റ ടാക്സ് ആയി മാറി. ക്ലിയർ? ആ ടാക്സിന്റെ പേരാണ് GST. മനസ്സിലായല്ലോ? ഓക്കെ. സോ 17 ജൂലൈ 1 ആയപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ വ്യത്യസ്തമായ എല്ലാ ടാക്സബിൾ ഈവന്റുകളും ഒരൊറ്റ ഈവന്റായി മാറി. ആ ഈവന്റിന്റെ പേരെന്താ? സപ്ലൈ. ക്ലിയർ? ആ ഓരോ ടാക്സബിൾ ഈവന്റിന്റെ അണ്ടറിലും ഉണ്ടായിരുന്ന എല്ലാ വ്യത്യസ്തമായ ടാക്സുകളും എന്ത് ചെയ്തു? ഒരൊറ്റ ടാക്സ് ആയി മാറി. ആ ടാക്സിന്റെ പേരാണ് GST. ഓക്കെ. സോ നമുക്ക് പറയാം 17 ജൂലൈ 1 മുതൽ ഇന്ത്യയിലെ ഒരൊറ്റ ടാക്സബിൾ ഈവന്റേ ഉള്ളൂ. അതിന്റെ അണ്ടറിൽ ഒരൊറ്റ
ടാക്സേ ഉള്ളൂ. സോ ടാക്സബിൾ ഈവന്റിന്റെ പേരെന്താ? ടാക്സബിൾ ഈവന്റിന്റെ പേരെന്താ? സപ്ലൈ. ടാക്സിന്റെ പേരെന്താ? GST. സപ്ലൈ നടന്നാൽ അവിടെ GST നമ്മൾ അടയ്ക്കുന്നു, ചാർജ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ലോജിക്ക്. ഓക്കെ. സോ നമ്മൾ 17 ജൂലൈ 1-ാം തീയതി ആയല്ലേ? നമുക്ക് ഇനിയാണ് GST ന്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ GST ന്റെ ബേസ് സ്റ്റാർട്ട് ആക്കിയിട്ടില്ല. ക്ലിയർ? സോ 17 ജൂലൈ 1 ആയപ്പോൾ നമ്മൾ ഈ രണ്ട് ടേമിലേക്ക് എത്തിച്ചേർന്നു. ക്ലിയർ അല്ലേ? സപ്ലൈ എന്ന ടേമും GST എന്ന ടേമും അല്ലേ? ഓക്കെ. 17 ജൂലൈ 1 ആയപ്പോൾ സപ്ലൈ എന്ന ടേമും GST എന്ന ടേമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? എത്തിച്ചേർന്നു. ശരിയല്ലേ? അതെ. സോ നമുക്കിനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു യാത്ര അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ നിമിഷം മുതലാണ്. 17 ജൂലൈ 1 മുതലാണ്. ഓക്കെ, ക്ലിയർ? ഈ രണ്ട് ടേമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സപ്ലൈ ദെൻ GST. സപ്ലൈ എന്താ? ടാക്സബിൾ ഈവന്റ്. GST എന്താ? നമ്മുടെ ഇപ്പോഴത്തെ ടാക്സ്. ക്ലിയർ അല്ലേ? ദ ലോജിക് കേട്ടോ. ഓക്കെ, ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാ ടാക്സബിൾ ഈവന്റ് അല്ലേ? ടാക്സബിൾ ഈവന്റ് ട്രേഡിംഗ് ഓഫ് ഗുഡ്സും സർവീസ് പ്രൊവൈഡിങ്, അതുപോലെ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സും, അതുപോലെ ഇമ്പോർട്ടിംഗ് ഓഫ് ഗുഡ്സ് അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടാക്സബിൾ ഈവന്റുകൾ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ ഇതെന്താണ്? മുമ്പുണ്ടായിരുന്ന ആ ടാക്സബിൾ ഈവന്റിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ടാക്സുകൾ അല്ലെ? ഓൾഡ് ടാക്സ് എന്തൊക്കെയാ? വാറ്റും സർവീസ് ടാക്സും സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇതായിരുന്നു മുമ്പത്തെ 17 ജൂലൈ 1 മുമ്പ് ഉണ്ടായിരുന്ന ടാക്സബിൾ ഈവന്റുകളും ടാക്സുകളും അല്ലേ? നോക്കി, ട്രേഡിംഗ് ഗുഡ്സ് ആ സമയത്ത് ചാർജ് ചെയ്യുന്നു വാറ്റ്. ശരിയല്ലേ? സർവീസ് പ്രൊവൈഡിങ് ആ സമയം ചാർജ് ചെയ്യുന്നു സർവീസസ് ടാക്സ്. മാനുഫാക്ചറിംഗ് ഓഫ് ഗുഡ്സ് ആ സമയം ചാർജ് ചെയ്യുന്നു എക്സൈസ് ടാക്സ്. ക്ലിയർ? ആ സമയം ചാർജ് ചെയ്യുന്നു എക്സൈസ് ടാക്സ്. ഗുഡ്സിന്റെ ഇമ്പോർട്ടിംഗ് ആ സമയം ചാർജ് ചെയ്യുന്നു കസ്റ്റംസ് ഡ്യൂട്ടി. ക്ലിയർ? ഓക്കെ. അപ്പൊ അവസാനം 17 ജൂലൈ 1 ആയപ്പോ എന്ത് ചെയ്തു? അന്നുണ്ടായിരുന്ന ആ ടാക്സബിൾ ഈവന്റ് ഒക്കെ എന്ത് ചെയ്തു? ഒരൊറ്റ ടാക്സബിൾ ഈവന്റായി മാറി അല്ലെ? പേരെന്താ? സപ്ലൈ. ആ സമയം അന്നുണ്ടായിരുന്ന ആ വ്യത്യസ്തമായ എല്ലാ ടാക്സുകളും എന്ത് ചെയ്തു? ഒരൊറ്റ ടാക്സ് ആയി മാറി. ആ ടാക്സിന്റെ പേരെന്താ? GST. ക്ലിയർ അല്ലേ? സോ 17 ജൂലൈ 1 ആയപ്പോൾ നമ്മൾ ഈ രണ്ട് ടേമിലേക്ക് എത്തിച്ചേർന്നു. ഈ രണ്ട് ടേമിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യണം? നമുക്കിനി ഈ 17 ജൂലൈ 1 മുതൽ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ രണ്ട് ടേമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ക്ലിയർ അല്ലേ? GSTന്റെ ബേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ രണ്ട് ടേമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സപ്ലൈ ദെൻ GST. സോ നമുക്ക് ആദ്യം സപ്ലൈ പറ്റി പറയാം. സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായി ഡിവൈഡ് ചെയ്യാം. ബുക്കിൽ നോട്ട് ചെയ്തോ? സപ്ലൈ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ഇൻട്രാ INTRA
ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, INTRA, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്റ്റേറ്റിനകത്ത് മാത്രം നടക്കുന്ന സപ്ലൈ എന്ന് പറഞ്ഞാൽ സെല്ലറും ബയ്യറും അല്ലെ, സപ്ലയറും റിസിപ്പിയന്റും എവിടെ മാത്രമാണ്? സെല്ലറും ബയ്യറും എവിടെ മാത്രമാണ്? നമ്മുടെ സ്റ്റേറ്റിനകത്താണ്. ക്ലിയർ? ആ സപ്ലൈ ആണ് എന്ത്? ആ സപ്ലൈ ആണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. രണ്ടാമത്തെ സപ്ലൈ എന്താ? രണ്ടാമത്തെ സപ്ലൈ ഇന്റർ സ്റ്റേറ്റ്. ഇന്റർ സ്റ്റേറ്റ്, INTER, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിന് പുറത്തേക്ക് എന്ന് അർത്ഥമാക്കുന്നത്. രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ എന്നല്ല അർത്ഥം വരുന്നേ. ക്ലിയർ? ഇന്റർ സ്റ്റേറ്റ് GST മീൻ ചെയ്യേണ്ടത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ എന്നല്ല, പകരം നമ്മുടെ സ്റ്റേറ്റിന് പുറത്തേക്ക്. അതിപ്പോ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് സെയിൽ നടത്തിയാലും അതെന്താ? ഇന്റർ സ്റ്റേറ്റ് ആണ്. എന്നാൽ കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് നടത്തിയാലും അതിനെ വിളിക്കാം ഇന്റർ സ്റ്റേറ്റ്. ക്ലിയർ അല്ലേ? എക്സ്പോർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. അതുകൊണ്ട് നമുക്ക് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള സപ്ലൈ എന്ന് പറയാൻ സാധിക്കില്ല. നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്കുള്ള സപ്ലൈ, അത് നമ്മൾ സപ്ലയർ ആണ്. കസ്റ്റമർ വേറെ സ്റ്റേറ്റും ആകാം, കസ്റ്റമർ വേറെ കൺട്രിയും ആകാം. ക്ലിയർ അല്ലേ? അതാണ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ക്ലിയർ അല്ലേ? സോ നമുക്ക് GST രണ്ട് തരം സപ്ലൈ ഉള്ളൂ. ഒന്ന് ഇൻട്രാ സ്റ്റേറ്റും, രണ്ട് ഇന്റർ സ്റ്റേറ്റും. ക്ലിയർ അല്ലേ? സപ്ലൈ ടു ടൈപ്പ് അല്ലേ? ഏതൊക്കെയാ? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ അല്ലെങ്കിൽ ലോക്കൽ സപ്ലൈ അങ്ങനെ വിളിക്കാം കേട്ടോ. സ്റ്റേറ്റിനകത്ത് നടക്കുന്ന സപ്ലൈ, അതാണ് എന്ത്? ഇൻട്രാ സ്റ്റേറ്റ്, വിതിൻ ദ സ്റ്റേറ്റ്. ക്ലിയർ അല്ലേ? അപ്പോ ഇന്റർ സ്റ്റേറ്റ് മീൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് എന്നല്ല, മനസ്സിലായി? ഇത് മിസ്റ്റേക്ക് ആണ്, ഇങ്ങനെ പറയണ്ട. നമ്മുടെ സ്റ്റേറ്റിന് പുറത്തേക്ക് കേട്ടോ. അങ്ങനെ കാരണം അത് എടുത്തു പറയാൻ കാരണം കൺഫ്യൂഷൻ വരും. കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യും, അത് എക്സ്പോർട്ട് ആണല്ലോ. സോ എക്സ്പോർട്ടിനെ നമ്മൾ പറയുന്ന പേരെന്താ? ഇന്റർ സ്റ്റേറ്റ് എന്നാ പറയുന്നത്. ക്ലിയർ അല്ലേ? അതുകൊണ്ട് GST മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്കുള്ള സെയില് അതെന്താണ്? അതിനെ വിളിക്കാം ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ആ ലോജിക്ക് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ടു ടൈപ്പ് സപ്ലൈ ഉള്ളൂ, അത് ക്ലിയർ ആണ് അല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് സപ്ലൈ കംപ്ലീറ്റ് ചെയ്തു. ടു ടൈപ്പ് സപ്ലൈ നമുക്കുള്ളൂ. ക്ലിയർ? ഇനി GST ആണ് രണ്ടാമത്തെ ടേം അല്ലേ? GST മനസ്സിലാക്കേണ്ടത് നമ്മൾ 17 ജൂലൈ 1 നമ്മൾ എന്ത് ചെയ്തു? GST സ്റ്റാർട്ട് ചെയ്തു അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യുക? അതിന്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യണം. ബേസ്, ആ ബേസ് ആണ് എന്ത്? നമ്മുടെ രണ്ട് ടേം, സപ്ലൈയും GSTയും. സോ സപ്ലൈ നമ്മൾ പറഞ്ഞു ടു ടൈപ്പ്, ഇൻട്രയും ഇന്ററും. നെക്സ്റ്റ് GST ആണ്. GST നമുക്ക് എന്ത് ചെയ്യാം? മൂന്നായി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 3 ടൈപ്പ് ഓഫ് GST. നോട്ട് ചെയ്തോ? GST നമുക്ക് എന്ത് ചെയ്യാം? GST എന്ന് പറയുന്ന ടേം നമുക്ക് എന്ത് ചെയ്യാം? മൂന്നായി ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാ? GST നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാം. ഒന്നെന്താ? CGST. ഒന്നെന്താ? CGST. CGST എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ GST. CGST മീൻസ് എന്താ? CGST മീൻസ് സെൻട്രൽ GST. ക്ലിയർ അല്ലേ? CGST മീൻസ് സെൻട്രൽ GST. രണ്ട് SGST. SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് GST. ഓക്കെ, SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് GST. ആൻഡ് ലാസ്റ്റ് മൂന്നാമത്തേത് IGST ആണ്. IGST എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് GST. എന്താണ്? ഇന്റഗ്രേറ്റഡ് GST. ഇന്റഗ്രേറ്റഡ് GST, അതാണ് IGST. സോ 3 ടൈപ്പ് GST നമുക്കുണ്ട്: CGST, SGST ആൻഡ് IGST. ഓക്കെ, ക്ലിയർ? ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്നെന്താ? CGST അല്ലേ? സെൻട്രൽ GST.
രണ്ടെന്താ SGST സ്റ്റേറ്റ് GST. മൂന്നെന്താ മൂന്ന് IGST അല്ലെ IGST ഇന്റഗ്രേറ്റഡ് GST. ക്ലിയർ അല്ലേ? സോ രണ്ട് ടേം ആയിരുന്നു സപ്ലൈയും ദെൻ GSTയും. സപ്ലൈ 2 ടൈപ്പ് ഇൻട്രാ ദെൻ ഇന്റർ. GST 3 ടൈപ്പ് CGST SGST ആൻഡ് IGST. ക്ലിയർ അല്ലേ? നമുക്കിനി പഠിക്കേണ്ടത് ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്. അതായത് ആപ്ലിക്കേഷൻ മീൻസ് മനസ്സിലാക്കേണ്ടത് CGST എപ്പോൾ ചാർജ് ചെയ്യും, ഈ SGST എപ്പോൾ ചാർജ് ചെയ്യും, IGST എപ്പോൾ ചാർജ് ചെയ്യും, ആ ലോജിക് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. സോ നമുക്ക് നോക്കാം. അതിനു മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ സെയിൽ ചെയ്യുന്നു അല്ലെ, ഒരു ബിസിനസ് സ്ഥാപനം, ഒരു ബിസിനസ്സുകാരൻ എന്ത് ചെയ്യും, ആ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ത് ചെയ്യും, കസ്റ്റമറിന് സെയിൽ ചെയ്യും. ശരിയല്ലേ? സെയിൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു മൊബൈൽ ഷോപ്പ് റൺ ചെയ്യുന്ന ബിസിനസ്സുകാരനാണ് സങ്കല്പിക്കുക. സോ ഞാൻ എന്റെ മൊബൈൽ എന്ത് ചെയ്യും, ഇതാ ഈ ഒരു മൊബൈൽ ഫോൺ, ഇതിന്റെ പ്രൈസ്, ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് ഒരു 1000 രൂപ സങ്കല്പിക്കുക. ഓക്കെ, ഈ മൊബൈൽ ഫോണാണ് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നേ കസ്റ്റമർക്ക്. സോ ഈ മൊബൈൽ ഫോണിന്റെ സെല്ലിംഗ് പ്രൈസ് 1000 രൂപയാണ്, 1000 സങ്കല്പിക്കുക. ഓക്കെ, ദെൻ ഈ മൊബൈലിന്റെ GST റേറ്റ് 5 ആണ്, അത് സങ്കല്പിക്കുക. GST റേറ്റ് എത്രയാ? 5 ആണ്. 5% GST വരുന്നത്. ഓക്കെ, സോ GST രജിസ്ട്രേഷൻ എടുത്ത ഒരു ബിസിനസ് സ്ഥാപനമാണ് എന്റേത്. അപ്പൊ GST എടുത്ത ഒരു ബിസിനസ് സ്ഥാപനമാണ് എന്റേതെങ്കിൽ ഞാൻ എന്റെ ഗുഡ്സ് കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും GSTയും കൂടെ ചാർജ് ചെയ്യണം. ദെൻ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ആ GST ഞാൻ എന്ത് ചെയ്യുക, ഞാൻ കളക്ട് ചെയ്യണം. ക്ലിയർ? ഇപ്പൊ ഞാൻ പറയുന്നു എന്റെ ഈ പ്രോഡക്റ്റ്, എന്റെ ഈ മൊബൈൽ ഫോണിന്റെ വാല്യൂ 1000 ആണ്. ഞാൻ ഇതെന്ത് ചെയ്യുന്നു, ഞാൻ കേരളത്തിലുള്ള സപ്ലയർ ആണ്. ഞാൻ കേരളത്തിനകത്തുള്ള ഒരു കസ്റ്റമർക്ക് ഈ മൊബൈൽ സെയിൽ ചെയ്യുന്നു. എത്ര വില? 1000 രൂപയല്ലേ? കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ GST ചാർജ് ചെയ്യണ്ടേ? GST റേറ്റ് എത്രയാ? 5 അല്ലേ? അപ്പോ 1000ന്റെ 5% എത്ര എമൗണ്ടാ വരുന്നേ? 50 രൂപയല്ലേ? യെസ്, 1000ന്റെ 5% GST എന്ന് പറഞ്ഞ എത്രയാ? 50 രൂപ വരും അല്ലേ? ക്ലിയർ? സോ ഞാൻ ആ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ എത്ര എമൗണ്ടാ മേടിക്കേണ്ടത്, ചാർജ് ചെയ്യേണ്ടത്? 1000 ടാക്സബിൾ പ്ലസ് 50 GST. സോ 1050 ആണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്യേണ്ടത്. ശരിയല്ലേ? ഞാൻ 1050 ആണ് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത്. ക്ലിയർ? സോ ഞാൻ ഈ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഈ 1050 രൂപയും എന്റെ ഇൻകം ആണോ? കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഈ സെയിൽ നടത്തിയ ഇനത്തിൽ ഞാൻ കളക്ട് ചെയ്ത 1050 രൂപയും എന്റെ ഇൻകം ആണോ? എന്റെ ഇൻകം അല്ല. ക്ലിയർ? അതിൽ 1000 രൂപ മാത്രമാണ് എന്റെ ഇൻകം, എന്റെ സെയിൽ ഇൻകം അല്ലേ? അതിൽ 50 രൂപ എന്താ? അത് GST ആണ്. അത് ഞാൻ ഗവൺമെന്റിന് കൊടുക്കാനുള്ള എന്റെ ലൈബിലിറ്റി ആണ്, എന്റെ ബാധ്യതയാണ് ആ 50 രൂപ എന്ന് പറയുമ്പോ. സോ ഞാൻ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത 1050ൽ 1000 എന്റെ സെയിൽ ഇൻകം, എനിക്ക് എന്റെ പോക്കറ്റ് വെക്കാം, എന്റെ സ്വന്തം ഇൻകം ആണ്. എന്നാൽ ആ 50 രൂപ ഉണ്ടല്ലോ, ആ 50 രൂപ അത് ഞാൻ ഗവൺമെന്റിന് കൊടുക്കാനുള്ള എന്റെ ലൈബിലിറ്റി ആണ്. ക്ലിയർ അല്ലേ? സോ ഞാൻ എന്ത് ചെയ്യണം, അത് 50 രൂപ ആ മാസം ഞാൻ എന്ത് ചെയ്യുക, ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുക, ഗവൺമെന്റിന് കൊടുക്കണം. ഓക്കെ, ക്ലിയർ? പക്ഷേ അവിടെ നമുക്കൊരു ഡൗട്ട് വരുന്നു. അവിടെ ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഓക്കെ സെയിൽ നടത്തി 1000 രൂപ, അത് GSTയും ചാർജ് ചെയ്തു 50 രൂപ, ടോട്ടൽ 1050. കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് 1050 മേടിച്ചു, 1000 രൂപ എന്റെ സെയിൽ ഇൻകം, അതും ഓക്കെ. ആ 50 രൂപ അത് GST ആണ്, ഞാൻ അത് എന്ത് ചെയ്യണം, ഗവൺമെന്റിന് അടക്കേണ്ടതാണ്, അതും ഓക്കെ. പക്ഷേ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ 50 രൂപ ഞാൻ ആർക്കാണ് അടക്കേണ്ടത്? ഏത് ഗവൺമെന്റ്? കാരണം നമ്മുടെ മുമ്പിൽ 2 ഗവൺമെന്റ് ഉണ്ട്.
ക്ലിയർ? ആ സെയിൽ നടത്തിയ ഇനത്തിൽ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത ആ 50 രൂപയില്ലേ, ആ 50 രൂപ ഞാൻ ഗവൺമെന്റിന് അടയ്ക്കേണ്ടതാണ്, അതിൽ സംശയമില്ല. പക്ഷേ ഏത് ഗവൺമെന്റ്? നമ്മുടെ മുമ്പിൽ 2 ഗവൺമെന്റ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് സെൻട്രൽ ഗവൺമെന്റ്, ക്ലിയർ? ഒന്ന് സെൻട്രൽ ഗവൺമെന്റ്, 2 സ്റ്റേറ്റ് ഗവൺമെന്റ്. ശരിയല്ലേ? നമ്മുടെ മുമ്പിൽ 2 ഗവൺമെന്റ് ഉണ്ട്, ഒന്ന് സെൻട്രൽ ഗവൺമെന്റും 2 സ്റ്റേറ്റ് ഗവൺമെന്റും, അല്ലെ? സെൻട്രലും നമ്മുടെ സ്റ്റേറ്റ് കേരള ഗവൺമെന്റ്, അല്ലെ? ഈ 2 ഗവൺമെന്റ് നമ്മുടെ മുമ്പിലുണ്ട്. സോ അവിടെ മനസ്സിലാക്കേണ്ട ലോജിക്ക്, നമ്മൾ സെയിൽ നടത്തിയ ഇനത്തിൽ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത ഈ 50 രൂപയില്ലേ, ഈ 50 രൂപ എന്ന് പറയുമ്പോ അതെന്താ? അത് ഈ 50 രൂപ എന്ന് പറയുമ്പോ അത് നമുക്ക് ഒരു ഒറ്റ മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഈ 50 രൂപ എന്ന് പറയുമ്പോ എന്താണ്? നമ്മൾ ഗവൺമെന്റിന് അടയ്ക്കേണ്ട ടാക്സ് ആണ്. ഓക്കെ, അത് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടാക്സ് കൊടുക്കണം. ഈ ടാക്സ് റവന്യൂ ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അതായത് ഈ 50 എന്ത് ചെയ്യുക? 2ആയി ഡിവൈഡ് ചെയ്യുക. അതായത് 25 25 2ആയി ഡിവൈഡ് ചെയ്യുക. 25 എന്ത് ചെയ്യുക? ഞാൻ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. ബാക്കി വരുന്ന 25 ഇല്ലേ, അതെന്ത് ചെയ്യുക? സ്റ്റേറ്റിനും കൊടുക്കണം. ക്ലിയർ അല്ലേ? സെയിൽ നടത്തിയ ഇനത്തിൽ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ എത്ര GST കളക്ട് ചെയ്തു അത് ഹാഫായി ഡിവൈഡ് ചെയ്യുക. ഇവിടെ 50 രൂപ GST കളക്ട് ചെയ്തു, അതിൽ 25 CGST എന്ന പേരിൽ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. ക്ലിയർ? ദെൻ ബാക്കി വരുന്ന 25 ഇല്ലേ, അത് SGST എന്ന പേരിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനും നമ്മൾ കൊടുക്കണം. ക്ലിയർ? അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. കാരണം GST റവന്യൂ ഈക്വൽ ആയിട്ട് കൊടുക്കണം സ്റ്റേറ്റിനും സെൻട്രലിനും. ക്ലിയർ? ലോജിക് ഓക്കെ അല്ലേ? ആ GSTന്റെ പ്രത്യേകത ഡ്യുവൽ GST എന്ന് പറയും. അതിനെ എത്ര GST നമ്മൾ കളക്ട് ചെയ്തു അതിൽ പകുതി കേന്ദ്രത്തിനും പകുതി സ്റ്റേറ്റിനുമാണ് അതിന്റെ അവകാശമുള്ളത്. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? അതുപോലെ ചെയ്യുന്നു. ഞാൻ കസ്റ്റമറിൽ കളക്ട് ചെയ്ത ഈ 50 രൂപ എന്ത് ചെയ്യുന്നു? 25 CGST എന്ന പേരിൽ സെൻട്രലിനും 25 SGST എന്ന പേരിൽ സ്റ്റേറ്റിനും ഞാൻ കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ. അടുത്തൊരു കേസ്, ഈ സെയിം എക്സാമ്പിളിൽ കസ്റ്റമർ കേരളത്തിലല്ല, കസ്റ്റമർ കർണാടകയിലാണ്. സങ്കല്പിക്കുക. ഓക്കെ, കസ്റ്റമർ എവിടെയാണ്? കസ്റ്റമർ കർണാടകയിലാണ്. സപ്ലയറായ ഞാൻ കേരളത്തിലും എന്റെ കസ്റ്റമർ എവിടെയാ? എന്റെ കസ്റ്റമർ കർണാടക സ്റ്റേറ്റിലുമാണ്. സങ്കല്പിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ 1000 രൂപയുടെ ഗുഡ്സ് സെയിൽ ചെയ്തു. ടാക്സ് എത്രയാ? 50 രൂപ. സോ 1050 രൂപയ്ക്ക് കർണാടകയിലുള്ള കസ്റ്റമർക്ക് സെയിൽ ചെയ്തു. സോ കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ 1050 കളക്ട് ചെയ്തു. 1000 രൂപ നമുക്കറിയാം അത് എന്റെ സെയിൽ ഇൻകം ആണ്. ബാക്കി 50 ഇല്ലേ, ആ 50 GST അല്ലേ, ഞാൻ ഗവൺമെന്റിന് അടയ്ക്കേണ്ടതല്ലേ? അടയ്ക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അതിലും ഡൗട്ട് ഇല്ല. ആ 50-ലെ 25 SGST ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിനും 25 CGST സെൻട്രലിനും പോകേണ്ടതാണ്. അതിലും സംശയമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ സംശയമുണ്ട്. എന്താ? ആ 50 രൂപ കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത 50 രൂപ ഉണ്ടല്ലോ, അതിൽ 2ആയി ഡിവൈഡ് ചെയ്യാം. ക്ലിയർ? 25 CGST ആയിട്ട് സെൻട്രലിന് പോകും. സംശയമുണ്ടോ? സംശയമില്ല. എന്നാൽ ബാക്കി 25 ഇല്ലേ, ബാക്കി വരുന്ന 25 SGST എന്ന പേരിൽ ഏത് സ്റ്റേറ്റിന് പോകും? നമുക്കിവിടെ 2 സ്റ്റേറ്റ് ഇല്ലേ, കേരളയുമുണ്ട് കർണാടകയുമുണ്ട്. ശരിയല്ലേ? നമുക്കിവിടെ 2 സ്റ്റേറ്റ് ഉണ്ട്, കേരളയുമുണ്ട് അതുപോലെ കർണാടകയുമുണ്ട്.
ഓക്കെ. സോ ആ 25 SGST പോർഷൻ ഏത് ഗവൺമെന്റിനാ പോകുന്നേ? സ്റ്റേറ്റ്. കർണാടകയ്ക്കാണോ കേരളത്തിനാണോ? നേരത്തെ സംശയമില്ലായിരുന്നു. കാര്യം എന്താ? നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് സെല്ലറും ബയ്യറും കേരളത്തിലായിരുന്നു. സോ ഡൗട്ട് ഇല്ല അല്ലെ? SGST പോർഷൻ പോവേണ്ടത് ആർക്കാ? കേരളത്തിനാണ്. ഇവിടെ കസ്റ്റമർ കർണാടകയും സെല്ലറായ ഞാൻ കേരളയുമാണ്. സോ രണ്ട് സ്റ്റേറ്റ് വന്നു. സോ SGST സ്റ്റേറ്റിന്റെ പോർഷൻ 25 ഏത് സ്റ്റേറ്റിന് കൊടുക്കും നമ്മൾ? അവിടെ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. GST റൂളിൽ പറയുന്നു GST റവന്യൂ പോകേണ്ടത് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റിനാണ് പോവേണ്ടത്. ക്ലിയർ? ഇവിടെ കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ് ആരാ? കർണാടകയല്ലേ? കർണാടകയല്ലേ കസ്റ്റമർ? അതെ. സോ കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റിനാണ് സ്റ്റേറ്റ് റവന്യൂ പോകേണ്ടത്. ക്ലിയർ അല്ലേ? കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റിനാണ് സ്റ്റേറ്റ് റവന്യൂ പോകേണ്ടത്. സോ ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടേ? ഞാൻ 1000 രൂപയ്ക്ക് അല്ലെ 1000 രൂപ പ്ലസ് 50 GST ഞാൻ കർണാടകയിലേക്ക് സെയിൽ ചെയ്തു. കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ 1050 കളക്ട് ചെയ്തു. അതിൽ 1000 എന്റെ സെയിൽ ഇൻകം. ആ 50 രൂപയില്ലേ? ആ 50 രൂപ എന്ന് പറയുമ്പോ ഞാൻ എന്ത് ചെയ്യുക? രണ്ടായി ഡിവൈഡ് ചെയ്യണം അല്ലേ? 25 CGST പേരിൽ സെൻട്രലിന് കൊടുക്കണം. ക്ലിയർ അല്ലേ? ബാക്കി 25 SGST എന്ന പേരിൽ ഞാൻ കേരളത്തിലുള്ള സെല്ലറായ ഞാൻ ആ 25 എമൗണ്ട് SGST എന്ന പേരിൽ കർണാടക സ്റ്റേറ്റിന് കൊടുക്കണം അല്ലേ? അതല്ലേ രീതി? കാരണം ആ സ്റ്റേറ്റ് റവന്യൂ പോകേണ്ടത് കർണാടകയ്ക്കല്ലേ? ആണ്. പക്ഷേ അവിടെ ചെറിയ പ്രശ്നം. ഈ കേന്ദ്ര GST അതോറിറ്റി പറയുന്നു ഈ കർണാടക സ്റ്റേറ്റിലേക്ക് കേരളമായി ഞാൻ കൊടുക്കണ്ടേ 25 അല്ലേ? സോ ഈ കേരളം കർണാടകയ്ക്ക് ആ 25 കൊടുക്കുമോ കൊടുക്കാതിരിക്കുമോ അല്ലെ? കേരളത്തിലുള്ള സപ്ലയറായ ഞാൻ ആ 50-ലെ 25 SGST പോർഷൻ കർണാടക സ്റ്റേറ്റില് കൊടുക്കാതിരുന്നാലോ? ഇനി അതിന്റെ പേരിൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ഒരു തർക്കം വന്നാലോ? ക്ലിയർ? രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ഒരു തർക്കം വന്നാലോ എന്ന് കരുതിയിട്ട് GST അതോറിറ്റി എന്നോട് പറഞ്ഞു എന്താ? കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത 50 രൂപ GST ഉണ്ടല്ലോ, ആ 50 രൂപ GST ഞാൻ എന്ത് ചെയ്യണ്ട? ഞാൻ അവിടെ വെച്ച് രണ്ടായി ഡിവൈഡ് ചെയ്യണ്ട. CGST ആയിട്ടും SGST ആയിട്ടും ഡിവൈഡ് ചെയ്യണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ എന്ത് ചെയ്യാനാ ഈ 50 രൂപ? സ്റ്റേറ്റിനും സെൻട്രലിനും അവകാശപ്പെട്ടതല്ലേ? അപ്പൊ ഞാൻ ഈ എമൗണ്ട് എന്ത് ചെയ്യും? കാരണം നേരത്തെ സെയിം സ്റ്റേറ്റിലാണ് കസ്റ്റമറും സപ്ലയർ എങ്കിൽ പ്രോബ്ലം ഇല്ല. കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത GST എമൗണ്ട് സപ്ലയർ എന്ത് ചെയ്യും? അവിടെ വെച്ച് രണ്ടായി ഡിവൈഡ് ചെയ്തു. CGST 25, SGST 25 അതാത് ഗവൺമെന്റിന് അടയ്ക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആകുമ്പോൾ മാത്രം പറയുന്നു, സെല്ലറ എന്നോട് പറയുന്നു, നീ എന്ത് ചെയ്യണ്ട? കർണാടകയിൽ നിന്ന് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത 50 രൂപ അവിടെ വെച്ച് രണ്ടായി ഡിവൈഡ് ചെയ്യണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഈ 50 എന്താ ചെയ്യണ്ടേ? അപ്പൊ അതോറിറ്റി പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, CGSTയും SGSTയും കൂടെ ചേർന്ന എമൗണ്ട് അല്ലേ ഈ 50 രൂപ? ഈ 50 എന്ത് ചെയ്യുക? ഈ 50 രൂപ മൊത്തമായിട്ട് സെൻട്രലിന് കൊടുത്തേക്കൂ. ക്ലിയർ? ഈ 50 രൂപ എന്ത് ചെയ്യുക? ഈ 50 രൂപ മൊത്തമായിട്ട് സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തേക്കാൻ പറഞ്ഞു. ക്ലിയർ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് അപ്പൊ GST അതോറിറ്റി പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ആ 50-ൽ 25 അവരുടെ പോർഷൻ ആണല്ലോ CGST, അത് അവരങ്ങ് എടുത്തോളും. ക്ലിയർ? സെൻട്രൽ അങ്ങ് എടുത്തോളും. ദെൻ അതിൽ ബാക്കി വരുന്ന 25 ഇല്ലേ, ആ SGST പോർഷൻ, അത് സെൻട്രൽ എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റ് നോക്കും, കേരള, കർണാടക, ശരിക്കും ഇതിൽ ആരാണ് കൺസ്യൂം സ്റ്റേറ്റ്? ആ കർണാടകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കേന്ദ്രം എന്ത് ചെയ്യും? ഡയറക്റ്റ് കൊടുത്തോളും. ആർക്ക്? കർണാടക സ്റ്റേറ്റിന്. ക്ലിയർ? കേരളമായി ഞാൻ എന്ത് ചെയ്യണ്ട? ഞാൻ രണ്ടായി ഡിവൈഡ് ചെയ്ത് ആ SGST പോർഷൻ കർണാടകയ്ക്ക് കൊടുക്കണ്ട. ഞാൻ എന്താ ചെയ്യണ്ടേ? കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഈ 50 രൂപ മൊത്തം GST
CGST SGST കൂടെ അടങ്ങിയ ഈ മൊത്തം 50 രൂപ എന്ത് ചെയ്യുക, ഒരുമിച്ച് മൊത്തമായിട്ട് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. ക്ലിയർ? സെൻട്രൽ എന്ത് ചെയ്യും, അതിനകത്തുള്ള CGST പോർഷനായ 25 സെൻട്രൽ അങ്ങ് എടുത്തോളും. ഓക്കെ, ബാക്കിയുള്ള 25 ഉണ്ടല്ലോ SGST പോർഷൻ, അതെന്ത് ചെയ്യും, കേന്ദ്രം കർണാടക സ്റ്റേറ്റിന് കൊടുത്തോളും. ലോജിക് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചു, വീണ്ടും ഡൗട്ട് എനിക്ക്, ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ ഈ 50 രൂപ മൊത്തമായിട്ട് ഞാൻ കേന്ദ്രത്തിന് കൊടുക്കാം, സെൻട്രലിന് കൊടുക്കാം, പക്ഷെ എന്ത് പേരിട്ട് കൊടുക്കും? സെൻട്രലിന് കൊടുക്കുന്നു എന്ന് കരുതിയിട്ട് CGST 50 എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാര്യം എന്താ, ഈ 50 രൂപ എന്ന് പറയുമ്പോ CGSTയും SGSTയും കൂടെ ചേർന്ന എമൗണ്ട് അല്ലേ, ശരിയല്ലേ? ആണ്. സോ നമുക്ക് ഈ 50 രൂപ എന്ന് പറയുമ്പോൾ CGSTയും SGSTയും കൂടെ ചേർന്ന എമൗണ്ട് ആണ്. CGSTയും SGSTയും കൂടെ സംയോജിച്ച ഒരു എമൗണ്ട് ആണ് ഈ 50 രൂപ അല്ലെ? CGSTയും SGSTയും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത എമൗണ്ട് അല്ലേ ഈ 50 രൂപ? സോ ഇന്റഗ്രേഷൻ ഓഫ് CGST പ്ലസ് SGST ആണ് ഈ 50 രൂപ. അതുകൊണ്ട് ഇന്റഗ്രേറ്റഡ് GST, IGST എന്ന പേരിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഈ 50 രൂപയെ ഞാൻ IGST എന്ന പേരിട്ട് സെൻട്രലിന് കൊടുക്കാൻ പറഞ്ഞു. ക്ലിയർ? അപ്പൊ IGST എന്ന് പറഞ്ഞ എന്താ? IGST ഈസിക്കൽ ടു CGST പ്ലസ് SGST. CGSTയും SGSTയും കൂടെ ചേർന്ന എമൗണ്ട് അല്ലേ IGST? ക്ലിയർ അല്ലേ? അപ്പോ ഞാൻ എന്ത് ചെയ്യുക, കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത ഈ 50 രൂപ ഞാൻ IGST എന്ന പേരിട്ട് സെൻട്രലിന് കൊടുക്കണം. ക്ലിയർ? IGST എന്ന പേരിട്ട് സെൻട്രലിന് ഞാൻ കൊടുക്കണം. ലോജിക് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ കേന്ദ്ര സെൻട്രൽ എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റ് ആ IGSTക്ക് അകത്തുള്ള CGST പോർഷൻ, ആ IGST സെൻട്രൽ ഗവൺമെന്റിന് ഞാൻ കൊടുത്തു IGST എന്ന പേരിൽ 50 രൂപ. ക്ലിയർ? ദെൻ സെൻട്രൽ എന്ത് ചെയ്യും? ആ IGSTക്ക് അകത്തുള്ള CGST പോർഷൻ 25 എന്ത് ചെയ്യും? സെൻട്രൽ അങ്ങ് എടുത്തോളും. ശരിയല്ലേ? CGST പോർഷൻ 25 സെൻട്രൽ ഗവൺമെന്റ് അങ്ങ് എടുത്തോളും. ശരിയല്ലേ? ദെൻ ആ IGSTക്ക് അകത്തുള്ള SGST പോർഷൻ 25 എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റ് കർണാടക സ്റ്റേറ്റിന് കൊടുത്തോളും. സെൻട്രൽ ഗവൺമെന്റ് കർണാടക സ്റ്റേറ്റിന് കൊടുത്തോളും. ലോജിക് ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ, സോ ഒരു കാര്യം മനസ്സിലായി, സെല്ലറും ബയറും സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ അല്ലെ, സെല്ലർ എന്ത് ചെയ്യും? കസ്റ്റമറിൽ നിന്ന് മേടിച്ച ടാക്സ് അവിടെ വെച്ച് 2 ഡിവൈഡ് ചെയ്യും. ശരിയല്ലേ? അവിടെ വെച്ച് 2 ഡിവൈഡ് ചെയ്യും. പേരെന്താ വിളിക്കുന്നേ? CGST SGST. എന്നിട്ട് സെൻട്രലിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും അത് കൊടുത്തോളും. ഒരു പ്രോബ്ലം ഇല്ല. അതായത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ വന്നാൽ, ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ വരുമ്പോൾ അല്ലെ, CGSTയും SGSTയും സെല്ലർ ചാർജ് ചെയ്യുന്നു, അക്കൗണ്ട് ചെയ്യുന്നു. ക്ലിയർ? ഇന്റർ സ്റ്റേറ്റ് സെയിൽ വരുമ്പോ സെല്ലർ അവിടെ IGST ചാർജ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ എന്താ, ഇൻട്രാ സ്റ്റേറ്റ് അല്ലെ, നമ്മുടെ വിതിൻ ദ സ്റ്റേറ്റ് ആവുമ്പോൾ CGSTയും SGSTയും വരുന്നു, ഇന്റർ സ്റ്റേറ്റ് ആവുമ്പോൾ അവിടെ IGST വരുന്നു. ക്ലിയർ അല്ലേ? ലോജിക് കേട്ടോ. മനസ്സിലായോ? ഓക്കെ, ഇതാണ് എന്റെ ആപ്ലിക്കേഷൻ കേട്ടോ. ഈ ആപ്ലിക്കേഷൻ പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞു പോയത്. ഓക്കെ, നോക്കിയേ കേട്ടോ, എന്താ പറയുന്നത് ഇവിടെ? ആപ്ലിക്കേഷൻ ഓഫ് സപ്ലൈ വിത്ത് GST അല്ലെ? ഉണ്ടോ? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ എന്തൊക്കെ വരുന്നത് അവിടെ? CGSTയും വരുന്നു, SGSTയും വരുന്നു. ഇന്റർ ആണെങ്കിലോ IGST വരുന്നു. ക്ലിയർ? അപ്പോ ഇന്റർ സ്റ്റേറ്റ് വരുമ്പോൾ IGST വരാനുള്ള സാഹചര്യം മനസ്സിലായല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇന്റർ വരുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ല, CGSTയും SGSTയും നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അടുത്ത് മനസ്സിലാക്കേണ്ടത്
രണ്ട് ഇമ്പോർട്ടന്റ് ടേംസ് ആണ്. രണ്ട് ഇമ്പോർട്ടന്റ് ടേംസ് ആണ് അടുത്ത് മനസ്സിലാക്കേണ്ടത്. നമുക്ക് അറിയുന്ന കാര്യമാണ്. അതായത് എന്താണ് ഔട്ട്പുട്ട് ടാക്സ്, എന്താണ് ഇൻപുട്ട് ടാക്സ്. അത് കേൾക്കുമ്പോൾ സിമ്പിൾ ചെറിയ ടേമായി തോന്നും, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടേമാണ് ഏത്? ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സും. ക്ലിയർ അല്ലേ? ഓക്കെ, ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സും വളരെ ഇമ്പോർട്ടന്റ് ആയ ടേംസ് ആണ് ഔട്ട്പുട്ടും ഇൻപുട്ടും. അപ്പൊ എന്താണ് ഔട്ട്പുട്ട് ടാക്സ്, എന്താണ് ഇൻപുട്ട് ടാക്സ്? വേറെ ഒന്നുമല്ല, ഇപ്പോ സെല്ലർ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ഔട്ട്പുട്ട് ടാക്സ്. ഓക്കെ, സെല്ലർ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ഇല്ലേ, ആ ടാക്സിനെ സെല്ലർ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ടാക്സ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 1000 രൂപയ്ക്കുള്ള അല്ലെ ഗുഡ്സ് GST 50 രൂപ, 1050 രൂപയ്ക്ക് എന്ത് ചെയ്തു? സെയിൽ ചെയ്തു അല്ലെ. കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 1050 കളക്ട് ചെയ്തു. ആ 50 രൂപയെ വിളിക്കുന്ന പേരാണ് ആരുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ? സെല്ലറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ ആ 50 രൂപയെ വിളിക്കാം ഔട്ട്പുട്ട് GST. ക്ലിയർ അല്ലേ? ഓക്കെ, ആ ഔട്ട്പുട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതല്ലേ? അടയ്ക്കേണ്ടതാണ്. ലോജിക് ഓക്കെ അല്ലേ? ഇനി അടുത്ത് എന്താ ഇൻപുട്ട് ടാക്സ്? ഇൻപുട്ട് ടാക്സ് മീൻസ് നേരെ ഓപ്പോസിറ്റ്, പർച്ചേസറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ. ഒരു പർച്ചേസർ ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുമ്പോൾ, സപ്ലയറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയർ GST കളക്ട് ചെയ്യത്തില്ലേ? ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സപ്ലയറിന് കൊടുക്കുന്ന GST യെ വിളിക്കാം ഇൻപുട്ട് GST. ക്ലിയർ? നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സപ്ലയറിന് നമ്മൾ കൊടുക്കുന്ന GST യെ വിളിക്കാം ഇൻപുട്ട് GST. ലോജിക് കേട്ടോ? ഓക്കെ, അപ്പൊ എന്താണ് ഔട്ട്പുട്ടും എന്താണ് ഇൻപുട്ടും നോക്കിയേ. ഔട്ട്പുട്ട് GST മീൻസ് സെല്ലർ കളക്ട് ടാക്സ് ഫ്രം കസ്റ്റമർ അല്ലെ. സെല്ലർ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ടിങ് ടാക്സിനെ വിളിക്കാം ഔട്ട്പുട്ട് GST. എന്താ ഇൻപുട്ട് GST? പർച്ചേസർ പെയ്ഡ് ടാക്സ് ടു സപ്ലയർ അല്ലെ. പർച്ചേസർ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് കൊടുക്കുന്ന GST വിളിക്കാം എന്ത്? ഇൻപുട്ട് GST. ക്ലിയർ? ഓക്കെ, ഇവിടെ ഒരു കാര്യം നോക്കി. ഇവിടെ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? എന്താ? ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ വരുമ്പോൾ അല്ലെ, കേരളത്തിനകത്തുള്ള സെല്ലർ കേരളത്തിനകത്തുള്ള ബയ്യർക്ക് സെയിൽ ചെയ്യുമ്പോൾ ശരിയല്ലേ, കളക്ട് ചെയ്യുന്ന ടാക്സ് ഇല്ലേ, അത് രണ്ട് ഡിവൈഡ് ചെയ്യത്തില്ലേ? CGST എന്ന് SGST എന്നും. സെല്ലർ അതിനെ ഇങ്ങനെ വിളിക്കാം എന്താ? CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും വിളിച്ചൂടെ നമുക്ക്? അപ്പോ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ നടക്കുമ്പോൾ കസ്റ്റമറിൽ നിന്ന് സപ്ലയർ കളക്ട് ചെയ്ത ടാക്സിനെ സപ്ലയർ വിളിക്കും CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ ഇൻട്രാ സ്റ്റേറ്റ് വരുമ്പോൾ CGSTയും SGST വരും നമുക്കറിയാം. ക്ലിയർ? ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ കളക്ടിങ് ടാക്സിനെ CGST എന്നും SGST എന്നും വിളിക്കും. സോ നമുക്ക് അത് ഔട്ട്പുട്ട് ആയതുകൊണ്ട് CGST ഔട്ട്പുട്ട് എന്നും SGST ഔട്ട്പുട്ട് എന്നും വിളിക്കാം. ക്ലിയർ? അതുപോലെ നോക്കി, ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിലോ അല്ലെ, കർണാടകയിലേക്ക് സെയിൽ നടത്തി എങ്കിൽ ആ കർണാടകയിലുള്ള കസ്റ്റമറിൽ നിന്ന് കളക്ടിങ് ടാക്സിന് എന്താ നമ്മൾ വിളിക്കുന്ന പേരെന്താ? IGST അല്ലേ? IGST ആണ്. സോ നമുക്ക് ഇങ്ങനെ പറയാം എന്താ? IGST ഔട്ട്പുട്ട്. ക്ലിയർ അല്ലേ? IGST ഔട്ട്പുട്ട്. അപ്പോ ഇൻ ദ കേസ് ഓഫ് എന്താ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ സപ്ലയറിന് CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും അങ്ങനെ അക്കൗണ്ട് ചെയ്യും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് സെയില് CGST ഔട്ട്പുട്ട് 25, SGST ഔട്ട്പുട്ട് 25. ശരിയല്ലേ? നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ എന്താ? IGST ഔട്ട്പുട്ട് 50 രൂപ, IGST ഔട്ട്പുട്ട് 50 രൂപ. ക്ലിയർ? നേരെ ഓപ്പോസിറ്റ് പോയെ പർച്ചേസറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ, പർച്ചേസർ എന്ത് ചെയ്യും? സെയിം സ്റ്റേറ്റിലുള്ള അല്ലെ, ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ അവിടെ സപ്ലയറിന് കൊടുക്കുന്നു എന്താ? ഇൻപുട്ട് CGSTയും
ഇൻപുട്ട് SGSTയും. ശരിയല്ലേ? ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ സപ്ലയറിന് കൊടുക്കുന്നു എന്താ? ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും. ശരിയല്ലേ? ഓക്കെ. അതേ സമയത്ത് ഇന്റർസ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ എന്ത് കൊടുക്കും നമ്മൾ? IGST ഇൻപുട്ട്. നോക്കിയേ ഇവിടെ ആപ്ലിക്കേഷൻ ഇൻട്രാസ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ ആണെങ്കിൽ അല്ലെ, ഈ GSTയില് ഈ പർച്ചേസിനെയും സെയിൽസിനെയും ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇൻവേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ പർച്ചേസും ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സെയിലും. ക്ലിയർ അല്ലേ? ഓക്കെ. GST റിട്ടേൺ ഫോംസിനകത്തൊക്കെ പറയുന്ന ടെക്നിക്കൽ ടേം ഇതാ പറയുന്നത് കേട്ടോ. പർച്ചേസിനെ ഇൻവേർഡ് സപ്ലൈ എന്നും സെയിൽസിനെ ഔട്ട്വേർഡ് സപ്ലൈ എന്നാ പറയുന്നത്. ഓക്കെ. നോക്കിയേ, ഇൻട്രാസ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും അവിടെ അക്കൗണ്ട് ചെയ്യുന്നു. ശരിയല്ലേ? ഇന്റർസ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ ആകുമ്പോൾ എന്താ വരുന്നത്? ഇൻപുട്ട് IGST വരുന്നു. ഇവിടെ നോക്കിയേ, ഇൻട്രാസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ ആകുമ്പോൾ ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും വരുന്നു. ഇന്റർസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ ആകുമ്പോൾ അവിടെ നമുക്ക് ഔട്ട്പുട്ട് IGST വരുന്നു. ക്ലിയർ? ഓക്കെ. ലോജിക് ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ. ഇവിടെ നോക്കിയേ കുറച്ച് പോയിന്റ്സ്. ഔട്ട്പുട്ട് GST മീൻസ് എന്താ? ലൈബിലിറ്റി അല്ലേ? ഔട്ട്പുട്ട് GST മീൻസ് എന്താ? നമുക്ക് ലൈബിലിറ്റി ആണ്. ശരിയല്ലേ? ഓക്കെ. നമ്മൾ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത GST ഔട്ട്പുട്ട് അല്ലേ, അത് ഗവൺമെന്റിന് നമ്മൾ അടയ്ക്കേണ്ടതല്ലേ? അടയ്ക്കേണ്ടതാണ്. ഇൻപുട്ടോ? ഇൻപുട്ട് GST മീൻസ് അസറ്റ് എന്നാ പറയുന്നേ. അസറ്റ് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു കാര്യമാണ് ഇൻപുട്ട്. അതായത് നമ്മൾ ബിസിനസ് സ്ഥാപനത്തിൽ ബിസിനസ് പർപ്പസിന് വേണ്ടി പർച്ചേസ് നടത്തുമ്പോൾ നമ്മൾ സപ്ലയറിന് കൊടുക്കുന്ന ഇൻപുട്ട് ഇല്ലേ, ആ ഇൻപുട്ട് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഞാനിപ്പോ എന്റെ മൊബൈൽ ഷോപ്പില് സെയിൽ ചെയ്യാൻ വേണ്ടി മൊബൈൽ പർച്ചേസ് ചെയ്യുമല്ലോ, ആ മൊബൈൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ സപ്ലയറിന് GST കൊടുക്കില്ലേ, ഇൻപുട്ട്. ആ ഇൻപുട്ട് ടാക്സ് എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. അത് മാത്രവുമല്ല, എന്റെ മൊബൈൽ ഷോപ്പില് ഞാൻ AC എയർ കണ്ടീഷണർ ഫിറ്റ് ചെയ്തു, AC മേടിച്ചു. AC മേടിച്ചപ്പോൾ ഇൻപുട്ട് കൊടുത്തു സപ്ലയർക്ക് അല്ലേ, ആ ഇൻപുട്ട് നഷ്ടപ്പെട്ടില്ല, അതും എനിക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ. ഞാൻ എന്റെ മൊബൈൽ ഷോപ്പില് മൊബൈൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഷെൽഫ് മേടിച്ചു, അതിന്റെ ഇൻപുട്ടും എനിക്ക് ക്ലെയിം ചെയ്യാം. ക്ലിയർ? ഞാൻ എന്റെ മൊബൈൽ ഷോപ്പില് അക്കൗണ്ട്സിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കമ്പ്യൂട്ടർ മേടിച്ചു, അത് മേടിച്ചപ്പോൾ കൊടുത്ത് ഇൻപുട്ടും ക്ലെയിം ചെയ്യാം. ഓക്കെ. എന്റെ മൊബൈൽ ഷോപ്പിൽ കുറെ ഫർണിച്ചർ മേടിച്ചു, ഫർണിച്ചർ, അതിന്റെ ഇൻപുട്ടും ക്ലെയിം ചെയ്യാം. ക്ലിയർ? എന്റെ മൊബൈൽ ഷോപ്പിൽ ഞാനൊരു എന്താ പറയാ ഒരു കാൽക്കുലേറ്റർ മേടിച്ചു, അല്ലെങ്കിൽ ഒരു സ്റ്റാപ്ലർ മേടിച്ചു, ഒരു A4ന്റെ ബണ്ടിൽ പേപ്പർ മേടിച്ചു, എന്ത് സ്റ്റേഷനറി ഐറ്റം മേടിച്ചാലും ഇൻപുട്ട് ക്ലെയിം എടുക്കാം. എന്റെ മൊബൈൽ ഷോപ്പില് ഈ മൊബൈൽ മറ്റൊരു ബ്രാഞ്ചിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വാഹനം മേടിച്ചു, ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ക്ലിയർ? ഓക്കെ. അപ്പോ അതിന്റെ എല്ലാ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇൻപുട്ട് നമുക്ക് എന്താണ്? അസറ്റ് ആണ്, മറക്കരുത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ അസറ്റ് എന്ന് പറയാൻ കാര്യം എന്താ? നമുക്കിപ്പോ ഒരു മാസം, ഞാൻ മാസം പറയാൻ കാരണം GST നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത് മന്ത്ലി ആണ്. ഒരു മാസം നമുക്ക് സെയിൽ, നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട 2 ആക്ടിവിറ്റി എന്തൊക്കെയാ? ഒന്ന് സെയിലും 2 പർച്ചേസും. ശരിയല്ലേ? അതാണ്. അപ്പൊ സെയിൽ നടക്കുമ്പോൾ നമുക്ക് എന്ത് വരും? സെയിൽ നടക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് GST വരില്ലേ? ഔട്ട്പുട്ട് GST വരും അല്ലേ? ക്ലിയർ? ഓക്കെ. ഇൻ കേസ് നമുക്കിപ്പോ ഔട്ട്പുട്ട് GST സെയിൽ നടന്ന ഇനത്തിൽ ഔട്ട്പുട്ട് GST ആ ഒരു മാസം ഉണ്ടായത് 1000 രൂപ, 1000 സങ്കല്പിക്കുക. ഓക്കെ. അതേ മാസം നമ്മൾ പർച്ചേസ് നടത്തിയ ഇനത്തിൽ നമുക്കുണ്ടായ ഇൻപുട്ട് GST ഒരു 800 രൂപ, 800 സങ്കല്പിക്കുക. അപ്പൊ ആ മാസം ഔട്ട്പുട്ട് 1000ഉം ഇൻപുട്ട് 800ഉമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ 1000 രൂപ ഔട്ട്പുട്ട് ഇല്ലേ, ആ 1000 രൂപ ഔട്ട്പുട്ട് അടയ്ക്കാൻ ക്യാഷ് എടുത്ത് അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഔട്ട്പുട്ട് 1000ത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് 800 ഇല്ലേ, ആ ഇൻപുട്ട് 800 മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുകയാണ് ഇൻപുട്ട് ക്ലെയിം എടുക്കുക എന്ന് പറയും മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? ഇൻപുട്ട് ക്ലെയിം എടുക്കുക എന്ന് പറയും മനസ്സിലാക്കേണ്ടത് എന്താ? ഔട്ട്പുട്ടിന് ഇൻപുട്ട് മൈനസ് ചെയ്യാം.
1000 നിന്നും 800 മൈനസ് ആക്കിയിട്ട് ബാക്കി വരുന്ന 200 ഇല്ലേ, ബാക്കി വരുന്ന 200 രൂപ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഗവൺമെന്റിന് അടച്ചാൽ മതി. ക്ലിയർ? ആ മാസത്തെ ഔട്ട്പുട്ട് GST എത്രയാണോ, ഇവിടെ എത്രയാ പറഞ്ഞ 1000 അല്ലേ, 1000 രൂപ. ക്ലിയർ? ഓക്കെ. ഇൻപുട്ട് എത്രയാ, ഇൻപുട്ട് എത്രയാ, 800 അല്ലേ. സോ 1000 നിന്ന് 800 മൈനസ് ആക്കിയിട്ട് ബാക്കി വരുന്ന 200 അല്ലേ, ആ 200 രൂപ എന്ത് ചെയ്താൽ മതി, നമ്മൾ ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് നടത്തിയാൽ മതി ആ മാസം. സോ നമുക്ക് ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ലോജിക് ഓക്കെ അല്ലേ? ക്ലിയർ? സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോ മൊബൈല് ഷോപ്പ് ആണെങ്കിൽ മൊബൈല് സെയിൽ ചെയ്തു അല്ലെ, മൊബൈൽ സെയിൽ ചെയ്തപ്പോ വന്ന ഔട്ട്പുട്ട് ആണ് ഈ 1000 രൂപ സങ്കല്പിക്കുക. നമ്മൾ മൊബൈൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ആ മൊബൈൽ ഷോപ്പിലെ മറ്റ് എക്സ്പെൻസിന്റെ ഇൻപുട്ട് ഉണ്ട്, പിന്നെ അസറ്റ് മേടിച്ചതിന്റെ ഇൻപുട്ടും ഉണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ചിലപ്പോ ഔട്ട്പുട്ടിനേക്കാളും അധികം ഇൻപുട്ട് ആയിരിക്കും ആ ഒരു മാസം വരിക അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട അവസ്ഥ ഉണ്ടാവും, നമുക്ക് ആ മാസം ടാക്സ് അടയ്ക്കേണ്ട അവസ്ഥ വരത്തില്ല. ക്ലിയർ അല്ലേ? എക്സസ് ആയിട്ട് ഇൻപുട്ട് വരാം, അങ്ങനെ അധികം ഇൻപുട്ട് ആ മാസം വന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻപുട്ട് അടുത്ത മാസത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ അടുത്ത മാസത്തെ ഇൻപുട്ടിൽ ആഡ് ചെയ്ത് അടുത്ത മാസത്തെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. ആ ലോജിക് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. സോ നമുക്ക് ഇൻപുട്ട് നഷ്ടപ്പെടില്ല, ക്ലെയിം എടുക്കാനുള്ള അസറ്റ് ആണ് ഇൻപുട്ട് എന്ന് പറയുമ്പോ. ക്ലിയർ? ഓക്കെ. സോ അടുത്ത് മനസ്സിലാക്കേണ്ട പോയിന്റ് ഞാനിപ്പോ പറഞ്ഞിരുന്നു, എന്താ, ഒരു മാസം സെയിലും പർച്ചേസും നടക്കുന്നു, സെയിലിൽ നമുക്ക് വരുന്ന ഔട്ട്പുട്ട് ടാക്സ് അല്ലെ, ഔട്ട്പുട്ട് ടാക്സ് നമുക്ക് എന്താ, ലയബിലിറ്റി ടു ഗവൺമെന്റ് ആണ്. എന്നാൽ പർച്ചേസിലെ ഇൻപുട്ട് ടാക്സ് നമുക്ക് എന്ത് സാധിക്കും, ക്ലെയിം എടുക്കാം. ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് അല്ലെ, ബാക്കി എമൗണ്ട് അടച്ചാൽ മതി ക്യാഷ് ആയിട്ട്. വളരെ സിമ്പിൾ ആയി ഞാൻ പറഞ്ഞു അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, സിമ്പിൾ ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് അവിടെ. എന്താ, ഞാൻ പറഞ്ഞു ഔട്ട്പുട്ട് 1000 രൂപ, ഇൻപുട്ട് 800 രൂപ, 1800 മൈനസ് ചെയ്യുക, ബാക്കി വരെ 200 അടയ്ക്കുക അല്ലെ. വളരെ സിമ്പിൾ, നിസ്സാരമാണ്, ഒന്നുമില്ല. പണ്ട് വാറ്റ് സമയത്ത് 17 ജൂലൈ 1 വാറ്റ് ആയിരുന്നില്ലേ, ആ വാറ്റ് സമയത്ത് എങ്ങനെയായിരുന്നു, ഔട്ട്പുട്ട് വാറ്റ് മൈനസ് ഇൻപുട്ട് വാറ്റ്, ബാക്കി എമൗണ്ട് അടയ്ക്കുക, അത്ര തന്നെ. GST അതുപോലെയാണ്, ഔട്ട്പുട്ട് GST മൈനസ് ഇൻപുട്ട് GST, ബാക്കി അടയ്ക്കുക, ഇതേപോലെ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ, നമുക്കിവിടെ ഒരൊറ്റ ഔട്ട്പുട്ട് ആണോ വരുന്നേ? അല്ല അല്ലെ. നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് CGSTയും വരും, ഔട്ട്പുട്ട് SGSTയും വരും, ശരിയല്ലേ? നമുക്ക് ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിലോ ഔട്ട്പുട്ട് IGST വരും അല്ലെ. അപ്പോ നമുക്ക് എങ്ങനെ പോയാലും ഒരു 3 ഔട്ട്പുട്ട് വന്നുകൂടെ ഒരു മാസം? വരാമല്ലോ. ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ഉണ്ടെങ്കിൽ CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും വരും. ഇന്റർ സ്റ്റേറ്റ് സെയിൽ ഉണ്ടെങ്കിൽ എന്ത് വരും, IGST ഔട്ട്പുട്ട് വരാം അല്ലെ. 3 ഔട്ട്പുട്ട് ഒരു മാസം വരും എന്നല്ല പറയുന്നേ, വരാം അല്ലെ. ഇന്റർ സ്റ്റേറ്റ് സെയിൽ ഉണ്ടെങ്കിൽ IGST ഔട്ട്പുട്ട് വരാം, ഇല്ലെങ്കിൽ വരില്ല. ക്ലിയർ അല്ലേ? സോ 3 ഔട്ട്പുട്ട് വരാം ഒരു മാസം. അതുപോലെ നമുക്ക് ആ ഒരു മാസം 3 ഇൻപുട്ട് വന്നൂടെ അല്ലെ. ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGST വന്നൂടെ? വരാം അല്ലെ. ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിലോ IGST ഇൻപുട്ട് വന്നൂടെ? IGST ഇൻപുട്ട് വരാം. ക്ലിയർ അല്ലേ? ഈ 3 ഇൻപുട്ടും വരും എന്നല്ല, ഈ 3 ഇൻപുട്ടും വരാം. ക്ലിയർ അല്ലേ? ആ ലോജിക് കേട്ടോ. സോ നമുക്ക് ഒരു മാസം 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും വരാം. അപ്പൊ അങ്ങനെ 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും ഉണ്ടെങ്കിൽ, 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സിമ്പിൾ അല്ല കാര്യം. ജസ്റ്റ് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ട് മൈനസ് ചെയ്യുക, 1000 നിന്ന് 800 മൈനസ് ചെയ്യുക, ബാക്കി 200 അടയ്ക്കുക എന്ന് പറഞ്ഞതുപോലെ സിമ്പിൾ അല്ല കാര്യം. ഈ 3 ഔട്ട്പുട്ടുകളും 3 ഇൻപുട്ടും ഉണ്ടെങ്കിൽ ആ ഔട്ട്പുട്ടുകൾക്ക് ഇൻപുട്ടുകൾ എങ്ങനെ മൈനസ് ചെയ്യാം, ഈ 3 ഇൻപുട്ടുകൾ ഉപയോഗിച്ച് ഈ 3 ഔട്ട്പുട്ടുകളെയും എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം, അതിന് വളരെ കൃത്യമായ ഒരു
സിസ്റ്റമാറ്റിക് ആയ ഒരു റൂള് പഠിക്കാനുണ്ട്. ക്ലിയർ? 3 ഔട്ട്പുട്ടുകളെയും ഈ 3 ഇൻപുട്ടുകൾ ഉപയോഗിച്ച് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം. ക്ലിയർ? അതിന് കൃത്യമായ റൂള് പഠിക്കാനുണ്ട്. ആ റൂള് പ്രകാരമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ? ഔട്ട്പുട്ടുകളെ ഇൻപുട്ടുകൾ ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കൂ. ക്ലിയർ അല്ലേ? ലോജിക് ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പൊ നമുക്കിനി പഠിക്കേണ്ടത് എന്താ? നമുക്കിനി പഠിക്കേണ്ടത് എങ്ങനെയാണ് ഔട്ട്പുട്ടുകളെ സെറ്റ് ഓഫ് ചെയ്യുക, ഇൻപുട്ട് ഉപയോഗിച്ച് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം, നമുക്ക് അതാണ് പഠിക്കേണ്ടത്. ഒരു മാസം, ഒരു മന്ത് ആകുമ്പോൾ എന്തൊക്കെയാ നോക്കേണ്ടത്? 2 പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്തൊക്കെയാ? പർച്ചേസും സെയിൽസും. ഇൻട്രാസ്റ്റേറ്റ് ആൻഡ് ഇന്റർസ്റ്റേറ്റ് അല്ലെ? പർച്ചേസും സെയിലും വരാം അല്ലെ? 3 ഔട്ട്പുട്ടും വരാം, 3 ഇൻപുട്ടും വരാം. ക്ലിയർ അല്ലേ? 3 ഔട്ട്പുട്ടും വരാം, 3 ഇൻപുട്ടും വരാം. ഇൻപുട്ട് ഏതൊക്കെയാ? ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST, ഇൻപുട്ട് IGST. ഔട്ട്പുട്ടോ? ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST, ഔട്ട്പുട്ട് IGST. ഓക്കെ? അതുപോലെ തന്നെ പറയുന്നു 3 ഔട്ട്പുട്ടുകൾക്കും 3 ഇൻപുട്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്ലെയിം എടുക്കാൻ സാധിക്കും. 3 ഔട്ട്പുട്ടുകൾക്കും 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാം. അതിനെന്തുണ്ട്? അതിനൊരു സിസ്റ്റമാറ്റിക് ആയ റൂൾ ഉണ്ട്. ഔട്ട്പുട്ടിനെ ഇൻപുട്ട് ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ സിസ്റ്റമാറ്റിക് ആയ റൂള് പഠിക്കാനുണ്ട്. ഓക്കെ? ക്ലിയർ? സോ നമുക്കിനി പഠിക്കേണ്ടത് റൂളാണ്. റൂൾ പറയുന്നു, നിങ്ങളെ ബുക്കിൽ നോട്ട് ചെയ്തോ. ഓക്കെ? റൂൾ പറയുന്നു, നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്തോ. 3 ഔട്ട്പുട്ട് അല്ലെ? IGST ഔട്ട്പുട്ട്, CGST ഔട്ട്പുട്ട്, SGST ഔട്ട്പുട്ട്. ഈ 3 ഔട്ട്പുട്ടിൽ നമ്മൾ ആദ്യം ഏത് ഔട്ട്പുട്ടാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്? ഈ 3 ഔട്ട്പുട്ടിൽ നമ്മൾ ആദ്യം ഏത് ഔട്ട്പുട്ടാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്? അങ്ങനെ ഒന്നുണ്ട്. ക്ലിയർ? അത് IGST ഔട്ട്പുട്ട് ആണ്. ഓക്കെ? ഈ 3 ഔട്ട്പുട്ടിൽ ഏത് ഔട്ട്പുട്ടാണ് ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത്? അത് IGST ഔട്ട്പുട്ട് ആണ്. IGST ഔട്ട്പുട്ട് ആണ് നമ്മൾ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. ക്ലിയർ? സോ IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി അവിടെ 3 ഇൻപുട്ടില്ലേ? IGST ഇൻപുട്ട്, CGST ഇൻപുട്ട്, SGST ഇൻപുട്ട് അല്ലെ? 3 ഇൻപുട്ട് ഉണ്ടല്ലേ നമുക്ക് അവിടെ. ഈ IGST ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാൻ സാധിക്കുമോ? 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാമോ? ക്ലെയിം എടുക്കാം. IGST ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാം. ഓക്കെ? IGST ഇൻപുട്ടും ക്ലെയിം എടുക്കാം, CGST ഇൻപുട്ടും ക്ലെയിം എടുക്കാം, SGST ഇൻപുട്ടും ക്ലെയിം എടുക്കാം. അതിൽ IGST ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഈ 3 ഇൻപുട്ടിൽ ആദ്യം ക്ലെയിം എടുക്കേണ്ടത് ഏത് ഇൻപുട്ടാണ്? അങ്ങനെയും ഒന്നുണ്ട്. ക്ലിയർ? IGST ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഈ 3 ഇൻപുട്ടിൽ ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് ഏതാണ്? അത് മറ്റൊന്നുമല്ല, സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ആണ്. ക്ലിയർ? IGST ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഈ 3 ഇൻപുട്ടുകളിൽ ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ആണ്. ക്ലിയർ? IGST ഇൻപുട്ടിലുള്ള എമൗണ്ട് എന്ത് ചെയ്യാം? ക്ലെയിം എടുക്കാം. ഓക്കെ? അപ്പൊ IGSTയിലുള്ള ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ആയിട്ടില്ല, 0 ആയിട്ടില്ല, വീണ്ടും IGST ഔട്ട്പുട്ട് ലയബിലിറ്റി ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? രണ്ടാമത് CGST ഇൻപുട്ട് ഇല്ലേ? CGSTന്റെ ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ഓക്കെ? IGST ഔട്ട്പുട്ട് ആദ്യം സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുത്തു. ക്ലിയർ? ആ സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുത്ത ശേഷം വീണ്ടും IGST ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? രണ്ടാമത് CGST ഇൻപുട്ട് ഇല്ലേ? CGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. അപ്പൊ ആദ്യം IGST ഇൻപുട്ട് ക്ലെയിം എടുത്തു, രണ്ടാമത് CGST ഇൻപുട്ട് ക്ലെയിം എടുത്തു. ഈ 2 ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും IGSTയിൽ ഔട്ട്പുട്ട് വീണ്ടും ലയബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവസാനമായിട്ട് അവശേഷിക്കുന്ന ഇൻപുട്ട് ഏതാ? SGST അല്ലേ? ആ SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ഓക്കെ? ആ SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ഓക്കെ? ഈ 3 ഇൻപുട്ടും ക്ലെയിം എടുത്തു.
ഈ 3 ഇൻപുട്ടും ഈ ക്രമത്തിൽ ക്ലെയിം എടുത്തിട്ടും IGST വീണ്ടും ലയബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ ലയബിലിറ്റി എമൗണ്ട് നമ്മൾ ആ മാസം ക്യാഷ് ആയിട്ട് അടയ്ക്കേണ്ടി വരും, പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ? ഓക്കെ, ഇതാണ് റൂള്. ഇതാണ് IGSTന്റെ റൂള്. ഇപ്പൊ IGSTന്റെ കാര്യം തീരുമാനമായി. ക്ലിയർ? IGST ഔട്ട്പുട്ട് 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാം. ആദ്യം സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട്, രണ്ടാമത് CGST ഇൻപുട്ട്, മൂന്നാമത് SGST ഇൻപുട്ട്. നിർബന്ധമില്ല കേട്ടോ. സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ക്ലെയിം എടുത്തപ്പോ തന്നെ IGST ഔട്ട്പുട്ട് 0 ആയി പോയെങ്കിൽ പിന്നെ CGST ഇൻപുട്ട് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. SGST ഇൻപുട്ട് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ക്ലിയർ? ലോജിക് ഓക്കെ അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത് സെറ്റ് ഓഫ് ചെയ്യേണ്ട ഔട്ട്പുട്ട് ഏതാണ്? CGST ഔട്ട്പുട്ട് ആണ്. ഓക്കെ, രണ്ടാമത് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത് CGST ഔട്ട്പുട്ട് ആണ്. ക്ലിയർ? CGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് IGST ഔട്ട്പുട്ടിനെ പോലെ 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാൻ സാധിക്കുമോ? 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാൻ അവകാശമില്ല. ക്ലിയർ? CGST ഔട്ട്പുട്ടിന് 2 ഇൻപുട്ട് മാത്രമേ ക്ലെയിം എടുക്കാൻ അവകാശമുള്ളൂ. ഏതൊക്കെയാ? ഒന്ന് സ്വന്തം ഇൻപുട്ടായ CGSTയും അതുപോലെ IGSTയും. ഓക്കെ, IGST ഇൻപുട്ടും CGST ഇൻപുട്ടും ആണ് ക്ലെയിം എടുക്കാൻ അവകാശം CGST ഔട്ട്പുട്ടിന്. എന്ന് പറഞ്ഞാൽ CGST ഔട്ട്പുട്ടിന് SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ അവകാശമില്ല. ഓക്കെ, CGST ഔട്ട്പുട്ടിന് CGST ഇൻപുട്ടും IGST ഇൻപുട്ടും ക്ലെയിം എടുക്കാം. അതിൽ ഏത് ഇൻപുട്ട് ആദ്യം ക്ലെയിം എടുക്കാം? അങ്ങനെയുണ്ട്. ക്ലിയർ? CGST ഔട്ട്പുട്ടിന് ആദ്യം ക്ലെയിം എടുക്കേണ്ടത് സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ട് അല്ല, പകരം IGST ഇൻപുട്ടാണ്. ക്ലിയർ? CGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് IGSTയിലുള്ള ഇൻപുട്ടാണ്. IGSTയിലുള്ള ഇൻപുട്ട് ക്ലെയിം എടുത്ത ശേഷം വീണ്ടും CGST ലയബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ക്ലിയർ അല്ലേ? ഇതാണ് ലോജിക്ക്. ക്ലിയർ? അപ്പോ CGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ആദ്യം IGSTയിലുള്ള ഇൻപുട്ട് ക്ലെയിം എടുത്തു, രണ്ടാമത് CGST ഇൻപുട്ട് ക്ലെയിം എടുത്തു. ഈ 2 ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും CGST ഔട്ട്പുട്ട് തീർന്നിട്ടില്ല, വീണ്ടും ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? ആ മാസം ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ലോജിക് ഓക്കെ അല്ലേ? ഓക്കെ. ഇൻ കേസ് CGST ഔട്ട്പുട്ട് ആദ്യം IGST ഇൻപുട്ട് ക്ലെയിം എടുത്തപ്പോ തന്നെ CGST ഔട്ട്പുട്ട് 0 ആയി പോയെങ്കിൽ പിന്നെ CGST ഇൻപുട്ട് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കിടക്കട്ടെ, അടുത്ത മാസം ക്ലെയിം എടുക്കാം. ലോജിക് ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അവസാനം സെറ്റ് ഓഫ് ലയബിലിറ്റി ഏതാ? SGST. SGSTയും SGST ഔട്ട്പുട്ടും CGST ഔട്ട്പുട്ടിനെ പോലെയാണ്. 2 ഇൻപുട്ടേ ക്ലെയിം എടുക്കാൻ അവകാശമുള്ളൂ. ഏതൊക്കെയാ? സ്വന്തം ഇൻപുട്ടായ SGST ഇൻപുട്ടും IGST ഇൻപുട്ടും. ഓക്കെ, സ്വന്തം ഇൻപുട്ടായ SGST ഇൻപുട്ടും IGST ഇൻപുട്ടും. ഓക്കെ, അതിൽ ആദ്യം ക്ലെയിം ചെയ്യേണ്ടത് ഏതാ? SGST ഔട്ട്പുട്ട് ആദ്യം ക്ലെയിം ചെയ്യേണ്ടത് സ്വന്തം ഇൻപുട്ടായ SGST ഇൻപുട്ട് അല്ല, പകരം IGST ഇൻപുട്ട് ആണ്. ഓക്കെ, SGST ഔട്ട്പുട്ട് ആദ്യം ക്ലെയിം ചെയ്യേണ്ട ഇൻപുട്ട് IGST ഇൻപുട്ട് ആണ്. IGST ഇൻപുട്ട് ക്ലെയിം എടുത്ത ശേഷം വീണ്ടും SGST ലയബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സ്വന്തം ഇൻപുട്ടായ SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ഓക്കെ, SGST ഔട്ട്പുട്ട് ഈ 2 ഇൻപുട്ടും ക്ലെയിം എടുത്ത ശേഷം വീണ്ടും SGST ലയബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് ആ മാസം ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. ക്ലിയർ? ഇൻ കേസ് SGST ഔട്ട്പുട്ട് IGST ഇൻപുട്ട് ക്ലെയിം എടുത്തപ്പോ തന്നെ SGST ഔട്ട്പുട്ട് 0 ആയി പോയെങ്കിൽ പിന്നെ SGST ഇൻപുട്ട് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അത് കിടക്കട്ടെ, അടുത്ത മാസത്തേക്ക് കാര്യം ഫോർവേഡ് ചെയ്യാം. ആലോചിക്കുക. ക്ലിയർ? ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ടും ഇൻപുട്ടും അല്ലെ. ഔട്ട്പുട്ടിനെ എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം? ഇൻപുട്ട് ക്ലെയിം ഉപയോഗിച്ചുകൊണ്ട്, അതിന്റെ റൂള്. ഓക്കെ, ക്ലിയർ? അപ്പൊ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത് IGST ആണ്. IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ആദ്യം IGST ഇൻപുട്ട്
രണ്ടാമത് CGST ഇൻപുട്ട്, മൂന്നാമത് SGST ഇൻപുട്ട്. CGST ഔട്ട്പുട്ട് ആണെങ്കിലോ ആദ്യം IGST ഇൻപുട്ട്, രണ്ടാമത് CGST ഇൻപുട്ട്. SGST ഔട്ട്പുട്ടോ ആദ്യം IGST ഇൻപുട്ട്, രണ്ടാമത് SGST ഇൻപുട്ട്. ക്ലിയർ? ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ മൂന്ന് ഔട്ട്പുട്ടുകൾക്കും കോമൺ ആയിട്ട് വരുന്ന ഇൻപുട്ട് IGST അല്ലേ? അല്ലെ? മൂന്ന് ഔട്ട്പുട്ടുകൾക്കും ആദ്യം ക്ലെയിം എടുക്കേണ്ടത് IGST അല്ലേ? അത് പ്രത്യേകത ഉണ്ട് അല്ലേ? ഓക്കെ, IGST ഔട്ട്പുട്ട് പ്രോബ്ലം ഇല്ല, സ്വന്തം ഇൻപുട്ട് അല്ലേ? ക്ലിയർ? പക്ഷെ ഒരു കാര്യം പ്രശ്നമുണ്ട്, CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും അവർ രണ്ടുപേരും ഒരു ലോക്കിൽ പെട്ട് നിൽക്കുകയാണ്. ഓക്കെ, CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും രണ്ടുപേരും, രണ്ട് ഔട്ട്പുട്ടുകളും ഒരു ലോക്കാണ്. ലോക്ക് മീൻസ് വേറെ ഒന്നുമല്ല, അവർക്ക് അവരുടെ സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ. ആലോചിച്ച് നോക്കി, CGST ഔട്ട്പുട്ടിനും SGST ഔട്ട്പുട്ടിനും അവരുടെ സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ടും SGST ഇൻപുട്ടും അത് ക്ലെയിം എടുക്കുന്നതിൽ അവർക്കൊരു പ്രോബ്ലം. എന്താ? IGST ഇൻപുട്ട് നിൽക്കുമ്പോൾ അത് ക്ലെയിം എടുത്ത് 0 ആക്കാതെ സ്വന്തം ഇൻപുട്ട് തൊടാൻ പോലും അവർക്ക് അവകാശമില്ല. ക്ലിയർ? CGST ഔട്ട്പുട്ടിനും SGST ഔട്ട്പുട്ടിനും IGST ഇൻപുട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് എടുത്ത് അത് ക്ലിയർ ആകാതെ, IGST ഇൻപുട്ട് ക്ലിയർ ആകാതെ, IGST ഇൻപുട്ട് 0 ആകാതെ ഇവർക്ക് രണ്ടുപേർക്കും CGST ഇൻപുട്ടും SGST ഇൻപുട്ടും തൊടാൻ പോലും അവകാശമില്ല. ക്ലിയർ? സോ അതുകൊണ്ട് CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ട് എന്താ ചെയ്യണ്ടേ? അതുകൊണ്ടാണ് ആദ്യം എന്ത് ചെയ്യുന്നേ? അവർ രണ്ടുപേരും IGST ഇൻപുട്ട് ക്ലെയിം എടുക്കുന്നേ. ക്ലിയർ? ഓക്കെ, ഇൻ കേസ് ഫോർ എക്സാമ്പിൾ, ഇൻ കേസ് ഈ IGST ഔട്ട്പുട്ടിനെ ആദ്യം ക്ലെയിം എടുക്കുന്ന ഇൻപുട്ട് ഏതാ? സ്വന്തം ഇൻപുട്ട് IGST അല്ലേ? ആണല്ലോ. ഈ IGST ഔട്ട്പുട്ട് സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ക്ലെയിം എടുത്തു. IGST ഇൻപുട്ട് ക്ലെയിം എടുത്ത ശേഷം IGST ലയബിലിറ്റി, വീണ്ടും ലയബിലിറ്റി ഉണ്ടെന്ന് കരുതിക്കോ. ക്ലിയർ? അപ്പൊ IGSTയിലുള്ള ഇൻപുട്ട് മൊത്തം ആരെടുത്തു? IGST ഔട്ട്പുട്ട് എടുത്തു. ക്ലിയർ? അപ്പൊ IGST ഇൻപുട്ട് എന്തായി മാറി? 0 ആയി മാറി അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ IGST ഔട്ട്പുട്ടിൽ വീണ്ടും ലയബിലിറ്റി ഉണ്ട്. അപ്പോ ആ IGST ഔട്ട്പുട്ട് ബാക്കിയുള്ള ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നേരെ എവിടെ വരും? നേരെ CGST ഇൻപുട്ടിലേക്ക് പോകത്തില്ലേ? അല്ലെ? IGST ഔട്ട്പുട്ട് രണ്ടാമത് ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് CGST ഇൻപുട്ട് അല്ലേ? മൂന്നാമത് SGST ഇൻപുട്ട് അല്ലേ? ശരിയല്ലേ? അപ്പോ IGST ഔട്ട്പുട്ട് IGST ഇൻപുട്ട് 0 ആകുമ്പോൾ അല്ലേ CGST ഇൻപുട്ടിലേക്കും SGST ഇൻപുട്ടിലേക്കും പോകുന്നേ? ക്ലിയർ ആണ്? സോ ഈ IGST ഇൻപുട്ട് 0 ആകുന്ന നിമിഷം, IGSTയില് ഇൻപുട്ട് 0 ആകുന്ന നിമിഷം CGST ഔട്ട്പുട്ടിനും SGST ഔട്ട്പുട്ടിനും അവരുടെ ലോക്ക് മാറി കിട്ടിയില്ലേ? എന്താ? IGST ഇൻപുട്ട് നിൽക്കുമ്പോൾ സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ള ലോക്ക് മാറി. സോ IGST ഇൻപുട്ട് 0 ആകുന്ന നിമിഷം CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും അവരുടെ സ്വന്തം ഇൻപുട്ട് അല്ലെ, CGST ഇൻപുട്ടും SGST ഇൻപുട്ടും അതിലുള്ളത് അവരങ്ങ് എടുക്കും, അവർക്ക് ആവശ്യമുള്ളത്. ക്ലിയർ? അപ്പോ IGST ഔട്ട്പുട്ട് CGST ഇൻപുട്ടിലും SGST ഇൻപുട്ടിലും ക്ലെയിം എടുക്കാൻ വരുമ്പോൾ അവരുടെ ഔട്ട്പുട്ടുകൾക്ക് വേണ്ടത് മാറ്റി വെച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ IGST ഔട്ട്പുട്ടിന് ക്ലെയിം ചെയ്യാൻ സാധിക്കൂ. ക്ലിയർ? IGST ഔട്ട്പുട്ട് CGST ഇൻപുട്ടിലും SGST ഇൻപുട്ടിലും ക്ലെയിം ചെയ്യാൻ വരുമ്പോൾ CGST ഔട്ട്പുട്ടിനും SGST ഔട്ട്പുട്ടിനും വേണ്ടത് മാറ്റി വെച്ചിട്ട് ബാക്കി ഇൻപുട്ട് CGST SGST ഇൻപുട്ടുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ IGST ഔട്ട്പുട്ടിന് അത് ക്ലെയിം ചെയ്യാൻ സാധിക്കൂ. ലോജിക്കൽ? ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം, കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം, കുറച്ചുകൂടെ എന്താവും? ക്ലിയർ ആകും. ഓക്കെ, ഈ എക്സാമ്പിൾ നോക്കിയേ, നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്തോ. ഓക്കെ, നിങ്ങൾ സെൽഫ് ചെയ്ത് നോക്കിയാൽ മതി. ഉണ്ടോ? ഇത് ഒരു മാസം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ സ്റ്റാർട്ടസ് സങ്കല്പിക്കുക. ഔട്ട്പുട്ടും ഇൻപുട്ടും ഉണ്ട് ഇവിടെ. ഔട്ട്പുട്ട് നോക്കിയേ, IGST ഔട്ട്പുട്ട് 1000 രൂപ അല്ലെ? IGST ഔട്ട്പുട്ട് 1000, CGST ഔട്ട്പുട്ട് 500,
SGST ഔട്ട്പുട്ടോ അതും 500. ക്ലിയർ അല്ലേ? ഓക്കെ. ഇൻപുട്ടോ, ഇൻപുട്ട് IGST 1000, ഇൻപുട്ട് CGST 400, ഇൻപുട്ട് SGST 400. ശരിയല്ലേ? ഓക്കെ. ഇതാണ് സ്റ്റാറ്റസ്. നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. ഈ 3 ഔട്ട്പുട്ടിൽ നമ്മൾ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഏതാ? IGST ഔട്ട്പുട്ട് അല്ലേ? അല്ലേ? ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ട ഔട്ട്പുട്ട് ഏതാ? IGST ഔട്ട്പുട്ട് ആണ്. എത്രയുണ്ട്? 1000 അല്ലേ? 1000 ഉണ്ട്. IGST ഔട്ട്പുട്ടിന് ഈ 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാമല്ലോ? ക്ലെയിം എടുക്കാം. അതിൽ ആദ്യം ക്ലെയിം ചെയ്യേണ്ട ഇൻപുട്ട് ഏതാ? സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് അല്ലേ? ആണ്. സോ IGST ഇൻപുട്ട് എത്രയുണ്ട്? 1000 ഉണ്ട്. ഔട്ട്പുട്ടിൽ എത്രയുണ്ട്? 1000 ഉണ്ട്. അപ്പൊ ഈ 1000 മൊത്തം ക്ലെയിം എടുക്കാലോ അല്ലെ? 1000 എന്തെങ്കിലും ആവശ്യമുണ്ടല്ലോ IGST ഔട്ട്പുട്ടിന്. സോ ഈ 1000 എന്ത് ചെയ്താ? മൊത്തം ക്ലെയിം എടുത്തു. ആര്? IGST ഔട്ട്പുട്ട്. ഓക്കെ. അപ്പൊ എന്തായി മാറും? IGST ഔട്ട്പുട്ട് 0, IGST ഇൻപുട്ട് 0. ശരിയല്ലേ? സിമ്പിൾ അല്ലേ? IGST ഔട്ട്പുട്ടും 0, IGST ഇൻപുട്ടും 0. ക്ലിയർ? ഓക്കെ. ദെൻ അപ്പൊ IGST ഔട്ട്പുട്ട് തീരുമാനമായില്ലേ? തീരുമാനമായല്ലോ? ആയി. രണ്ടാമത് സെറ്റ് ഓഫ് ചെയ്യേണ്ട ലൈബിലിറ്റി ഏതാ? CGST ഔട്ട്പുട്ട് അല്ലേ? CGST ഔട്ട്പുട്ട്. CGST എത്ര ഔട്ട്പുട്ട് ഉണ്ട് നമുക്ക് ഇവിടെ? 500 അല്ലേ? 500 ആണ്. ആ CGST ഔട്ട്പുട്ട് 500 സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ആദ്യം ക്ലെയിം എടുക്കേണ്ടത് IGST ഇൻപുട്ട് അല്ലേ? ഇവിടെ IGST ഇൻപുട്ട് ഉണ്ടോ? IGST ആകപ്പാടെ ഉണ്ടായിരുന്ന 1000 രൂപ അല്ലേ? അത് ആരെടുത്ത് തീർത്തു? IGST ഔട്ട്പുട്ട് എടുത്ത് തീർത്തു അല്ലേ? സോ IGST ഇൻപുട്ട് വല്ലതും ഉണ്ടോ? ഇപ്പൊ 0 അല്ലേ? 0 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? CGST ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യാം? സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ടിൽ നിന്നും ഈ 400 ക്ലെയിം എടുക്കാലോ? 400 ക്ലെയിം എടുത്തു. അപ്പൊ എന്തായി മാറും? CGSTയില് ലൈബിലിറ്റി ബാക്കി എത്രയുണ്ട്? 100 രൂപയുണ്ട്. ക്ലിയർ അല്ലേ? 500 മൈനസ് 400 ബാക്കി 100 രൂപ CGST ഔട്ട്പുട്ട് അവിടെ ഉണ്ട്. CGST ഇൻപുട്ട് എന്തായി മാറി? 0. ക്ലിയർ? ഓക്കെ. അപ്പൊ CGSTയും ഔട്ട്പുട്ട് 100 രൂപ ബാക്കിയുണ്ട് അല്ലെ? അത് ക്ലെയിം എടുക്കാൻ വേറെ ഇൻപുട്ട് ഇനി ഉണ്ടോ? CGST ഔട്ട്പുട്ടിന് SGST ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ അവകാശമില്ല. ക്ലിയർ? ആരോ വരയ്ക്കുന്നുണ്ട്. ഓക്കെ. ക്ലിയർ? സോ അടുത്ത് നമ്മൾ അപ്പോ ഈ CGSTയിലുള്ള ആ ബാക്കിയുള്ള 100 രൂപ ഔട്ട്പുട്ട് ഇല്ലേ? ആ 100 ഔട്ട്പുട്ട് ഇനി എന്ത് ചെയ്യണം? അത് ആ മാസം ക്യാഷ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെന്റ് ചെയ്യണം. അത് നമ്മൾ ആ മാസം ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ഓക്കെ. ഇനി അടുത്ത് മൂന്നാമത് സെറ്റ് ഓഫ് ലൈബിലിറ്റി ഏതാ? SGST ഔട്ട്പുട്ട് അല്ലേ? SGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് ഇൻപുട്ടാ ക്ലെയിം എടുക്കേണ്ടത് ആദ്യം? IGST ഇൻപുട്ട് അല്ലേ? അവിടെ വല്ലതും ഉണ്ടോ? അവിടെ ഒന്നുമില്ല അല്ലേ? അവിടെ ഒന്നും അവിടെ ഇല്ല. IGST ഇൻപുട്ട് എന്താണ്? 0 ആണ്. ക്ലിയർ അല്ലേ? ആകെപ്പാടുണ്ടായിരുന്ന 1000 രൂപ ഇൻപുട്ട് ആരെടുത്തു? IGST ആദ്യം അങ്ങ് എടുത്തിരുന്നു അല്ലേ? സോ അവിടെ ഒന്നുമില്ല. ദെൻ SGST ഔട്ട്പുട്ടിന് എന്ത് ചെയ്യാം? സ്വന്തം ഇൻപുട്ടായ SGST ഇൻപുട്ട് ഇല്ലേ? 400. അത് ക്ലെയിം എടുക്കാമല്ലോ? അത് ക്ലെയിം എടുക്കാം. ഓക്കെ. സോ 500 മൈനസ് 400 ബാക്കി 100 രൂപ ഇവിടെ SGST ലയബിലിറ്റി ഉണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? സോ നമുക്കിവിടെ എന്തായി അവസ്ഥ? 3 ഇൻപുട്ട് 0 ആയില്ലേ? 3 ഇൻപുട്ടും 0 ആയി. ലയബിലിറ്റി ആണെങ്കിലോ IGST ലയബിലിറ്റി 0 ആയി. CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും 100 വീതം ക്യാഷ് അടയ്ക്കണം ആ മാസം. ക്ലിയർ അല്ലേ? ഓക്കെ. ലോജിക് കേട്ടോ. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ ക്ലാസ്സിൽ ഇതുവരെ പറഞ്ഞ പോയിന്റിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ. ക്ലിയർ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ആക്കണം സ്വയം. എന്ത് ചെയ്യാം? ഡൗട്ട് ചോദിക്കാം. ഓക്കെ. ഹലോ. പറയൂ കേൾക്കാം. സാറേ, ഇപ്പൊ നമ്മൾ CGST ഔട്ട്പുട്ട് അടച്ചു. CGST 500 ആയിരുന്നു. അപ്പൊ അതിന്റെ CGST 400 നമ്മൾ ഇൻപുട്ട് ക്ലെയിം ചെയ്തു. അതിന്റെ ഇൻപുട്ട് 600 ആന്ന് വെച്ചു.
അപ്പൊ നമുക്ക് ഇൻപുട്ട് ഒരു 100 അവിടെ കിടപ്പുണ്ട്. അതെ. അപ്പൊ SGST-യുടെ നമ്മള് ക്ലെയിം ചെയ്യുമ്പം 500-നകത്തുനിന്ന് ആ CGST-യുടെ ആ 100 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് നമ്മൾ പറഞ്ഞതല്ലേ, SGST ഔട്ട്പുട്ടിന് IGST ഇൻപുട്ടും SGST ഇൻപുട്ടും അല്ലേ ക്ലെയിം എടുക്കാൻ അവകാശമുള്ളൂ. CGST വരത്തേ ഇല്ല. ഈ CGST ഔട്ട്പുട്ടിന് SGST ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ പറ്റില്ല, SGST ഔട്ട്പുട്ടിന് CGST ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ. അപ്പൊ ആ എക്സ്ട്രാ വരുന്ന ഇൻപുട്ട് നമുക്ക് നെക്സ്റ്റ് ഇയർ അത് ആഡ് ഓൺ ചെയ്യാം. നെക്സ്റ്റ് മന്തിലെ CGST ഇൻപുട്ടിന്റെ കൂടെ ആഡ് ആവും കേട്ടോ. അപ്പൊ അടുത്ത മാസം ഒരുമിച്ച് ക്ലെയിം എടുക്കാം. ഓക്കെ, ക്ലിയർ. ഓക്കെ. നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോ 3B എന്ന ഫോം ഉണ്ട്, അതിൽ ഇൻപുട്ട് കാണിച്ചാൽ ആ ഇൻപുട്ട് അവിടെ കിടക്കും. എത്ര വർഷം കഴിഞ്ഞാലും ഇൻപുട്ട് ക്ലെയിം ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. ഓക്കെ. ടൈം പീരീഡ് ഒന്നും ഇല്ല. അതായത് നമ്മൾ നമ്മുടെ GSTR 3B എന്ന ഫോമിൽ നമ്മൾ ഇൻപുട്ട് കാണിച്ചാൽ നമ്മുടെ ലെഡ്ജർ ഇൻപുട്ടിന്റെ ലെഡ്ജർ ബുക്കിലേക്ക് ഇൻപുട്ട് കൊണ്ടുവന്നാൽ അത് ടൈം ലിമിറ്റ് ഒന്നുമില്ല, എത്ര വർഷം കഴിഞ്ഞാലും ക്ലെയിം എടുക്കാം, ഒരു പ്രോബ്ലം ഇല്ല. ക്ലിയർ? ഓക്കെ, ക്ലിയർ. ഹലോ, ചോദിച്ചോട്ടെ? പറയൂ. ഈ നമ്മുടെ ഇൻപുട്ട് ടാക്സ് IGST-യിൽ ഇല്ല, 0 ആണ്. ഔട്ട്പുട്ട് ടാക്സ് IGST-യിൽ ഒരു 500 rupees ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം? കാരണം ഞാൻ ഇടയിൽ എന്റെ ഈ ലാസ്റ്റ് പോർഷൻ എനിക്ക് മിസ്സായി പോയി. അതായത് IGST-യിൽ ഔട്ട്പുട്ട് ഉണ്ട്, IGST ഇൻപുട്ട് ഇല്ല എങ്കിൽ ആ IGST ഔട്ട്പുട്ട് നേരെ എവിടെ വരും? CGST ഇൻപുട്ട് എടുക്കാൻ വരും അല്ലെ? ആ സമയത്ത് CGST ഇൻപുട്ട് എടുക്കാം. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, CGST ഔട്ട്പുട്ടിന് ഉള്ളത് ബാക്കി ഉണ്ടെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ എക്സാമ്പിൾ ആണെങ്കിൽ ഇവിടെ നമുക്കിപ്പോ IGST-യില് വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, ഇവിടെ ഇപ്പോ ഈ എക്സാമ്പിൾ നോക്കിയേ, IGST-യിൽ 800 ഇൻപുട്ട് വരുന്നേ അല്ലേ? ആണ്. അപ്പോ IGST ഔട്ട്പുട്ട് ഈ 800 ക്ലെയിം എടുത്തു. ക്ലെയിം എടുത്തപ്പോ ബാക്കി ഇവിടെ എത്ര ലയബിലിറ്റി ബാലൻസ് ഉണ്ട്? ലയബിലിറ്റി 200 ഉണ്ട് അല്ലേ? യെസ്. ആ 200 ലയബിലിറ്റി ഉണ്ട്. അത് റൂള് പ്രകാരം IGST ഔട്ട്പുട്ടിന് രണ്ടാമത് CGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. പക്ഷേ ഈ IGST-യിലുള്ള 200 സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി അത് നേരെ CGST ഇൻപുട്ടിൽ വരുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാകത്തില്ല, ഈ 400 അവിടെ കാണത്തില്ല. കാര്യം എന്താ? IGST ഇൻപുട്ട് 0 ആവുന്ന നിമിഷം CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും അവരുടെ സ്വന്തം ഇൻപുട്ടിൽ നിന്നും അവർക്ക് ആവശ്യമുള്ളത് അവരങ്ങ് എടുക്കും. ക്ലിയർ? IGST ഇൻപുട്ട് നിൽക്കുമ്പോ അല്ലേ ഇവർക്ക് സ്വന്തം ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. സോ ഇത് 0 ആകുമ്പോ ഇവരെന്ത് ചെയ്യും? അവരുടെ ഇൻപുട്ടിൽ ആവശ്യമുള്ളത് അങ്ങ് എടുക്കും. ക്ലിയർ? ഇൻ കേസ് ഇവിടെ CGST ഇൻപുട്ടിന് 600 ഉണ്ടായിരുന്നെങ്കിൽ 500 ആവശ്യമുള്ളൂ ഇവർക്ക് അല്ലേ? ബാക്കി 100 അവിടെ കിടക്കുമായിരുന്നു. ആ 100 ആർക്കെടുക്കാം? IGST എടുക്കാമായിരുന്നു. ആ ലോജിക് കേട്ടോ, മനസ്സിലായോ? ഓക്കെ, ക്ലിയർ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറയൂ. ഞാൻ GST ഒരു വർഷമായിട്ട് ഫയൽ ചെയ്യുന്നില്ല. ഇപ്പൊ നിലവിൽ നമ്മൾ ബിസിനസ് അങ്ങനെ സെയിൽസ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ലാസ്റ്റ് ഇയർ 2019 നവംബറിൽ ഒരു ബില്ല് മാത്രം പെൻഡിങ് നമ്മൾ നിർത്തിയിരുന്നു. ഒരു ബില്ല് ചെയ്തു, പക്ഷെ നമ്മൾ അത് ഔട്ട് അടിച്ചില്ല. നമ്മൾ ഓൺ യൂസിനാണ് യൂസ് ചെയ്തത്. പക്ഷെ അതിനുശേഷം നമ്മൾ ഒന്നും ഫയൽ ചെയ്തിട്ടില്ല, ഇനി ഇല്ലൊന്നും ഫയൽ ചെയ്തില്ല. അപ്പൊ നമുക്കത് ഇനി എങ്ങനെയായിരിക്കും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു? അപ്പോ 2019 നവംബർ മാസം ആ സമയം മുതൽ GST ഫയലിംഗ് ചെയ്തിട്ടില്ല എന്നാ പറയുന്നേ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ റൂള് പ്രകാരം 6 മാസം കണ്ടിന്യൂസ് ഫയലിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ അതോറിറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് അത് എന്ത് ചെയ്യും? നോട്ടീസ് അയക്കും നമുക്ക്, അതിന്റെ കാരണം ചോദിച്ചിട്ട് നോട്ടീസ് വരേണ്ടതാണ്. ആ നോട്ടീസ് നമ്മൾ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് അത് അതോറിറ്റി എന്ത് ചെയ്യും? അതിനെ ക്യാൻസൽ ചെയ്യും. ക്ലിയർ? ഇല്ല, നമുക്ക് ആക്റ്റീവ് ആണ്. ഞാൻ ലോഗിൻ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ചെക്ക് ചെയ്തിട്ട് നോക്കാം എന്താണുള്ളത്. മനസ്സിലായോ? ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പേഴ്സണലായിട്ട് വാട്സ്ആപ്പ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരും എന്താ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ.
വേറെ സംശയം ഉണ്ടോ നമ്മുടെ? സാറേ, ഇൻ കേസ് നമുക്ക് IGST ഇല്ല, ഇൻ കേസ് IGST ഔട്ട്പുട്ടും ഇല്ല ഇൻപുട്ടും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് CGST-ലോട്ട് അങ്ങനെ ക്ലെയിം ചെയ്ത് അങ്ങ് പോകാമല്ലോ അല്ലേ? IGST ഇൻപുട്ട് ഇല്ലെങ്കിലോ? ഇൻപുട്ടും ഇല്ല ഇൻപുട്ട് ഒന്നും ഇല്ല ഇൻ കേസ് IGST ഇൻപുട്ട് ഇല്ലെന്നാണോ ഈ ഒരു ഇൻപുട്ടും ഇല്ലെന്നാണോ? അല്ലല്ലോ സാറേ, IGST ഔട്ട്പുട്ടേ ഉള്ളൂ, ഇൻപുട്ട് ഇല്ലെന്ന് വെച്ചോ. ഓക്കെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് CGST-യും IGST-യും ക്ലെയിം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാമല്ലോ. അതാ പറഞ്ഞേ, IGST ഔട്ട്പുട്ട് CGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. പക്ഷെ CGST ഔട്ട്പുട്ടിന് വേണ്ടത് എടുത്തിട്ട് ബാക്കി ഇൻപുട്ട് CGST ഉള്ളത് മാത്രമേ IGST എടുക്കാൻ സാധിക്കൂ. കേട്ടോ? എങ്ങനെ സാറേ, ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? നേരത്തെ ഈ സെയിം എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ 800-ലെ ഇൻപുട്ട് IGST-ലെ. ഓക്കെ. അല്ലെങ്കിൽ ഇവിടെ ഈ 800 ഇവിടെ ഇല്ല സങ്കല്പിക്കുക. IGST ഇൻപുട്ട് അവിടെ 800 ഇല്ല. IGST-ലാണെങ്കിൽ 1000 രൂപ ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ. അപ്പോ ഈ 1000 രൂപ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി CGST ഇൻപുട്ട് 400 ഇല്ലേ? ആ 400 ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല IGST-ക്ക്. കാരണം CGST ഔട്ട്പുട്ട് അവരുടെ സ്വന്തം ഇൻപുട്ടായി 400 ക്ലെയിം എടുക്കും. മനസ്സിലായോ? കാരണം IGST-യിലെ ഇൻപുട്ട് നിൽക്കുമ്പോഴാണ് CGST ഔട്ട്പുട്ടിന് സ്വന്തം ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നേ. അപ്പൊ IGST ഇൻപുട്ട് ഇല്ലല്ലോ, അതുകൊണ്ട് CGST ഔട്ട്പുട്ട് എന്ത് ചെയ്യും? സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കും. മനസ്സിലായോ? ഇൻ കേസ് ഇവിടെ നമുക്ക് CGST ഇൻപുട്ടില് ഒരു 1200 ഇൻപുട്ട് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അല്ല, ഫോർ എക്സാമ്പിൾ ഇപ്പോ CGST ഇൻപുട്ടില് ഒരു 600 ഉണ്ടെന്ന് സങ്കല്പിക്കുക. 600 രൂപ ഇൻപുട്ട് ഉണ്ടെങ്കിൽ ആ 500 മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? CGST ഔട്ട്പുട്ട് ക്ലെയിം എടുക്കത്തുള്ളൂ. CGST ഔട്ട്പുട്ട് 500 മതിയല്ലോ അവർക്ക്. ക്ലിയർ? ബാക്കി ഉള്ള CGST ഇൻപുട്ടിൽ ബാക്കി 100 ഉണ്ട്. ആ 100 അവിടെ കിടക്കും. അത് ആർക്കെടുക്കാം? IGST ഔട്ട്പുട്ടിന് എടുക്കാം. ക്ലിയർ? അപ്പം നമ്മള് ഫസ്റ്റ് ഇൻ കേസ് IGST-യുടെ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുക, ആൻഡ് അവിടെ IGST ഇൻപുട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് CGST-യുടെ ഔട്ട്പുട്ട് CGST-യുടെ ഇൻപുട്ടുമായിട്ട് സെറ്റ് ഓഫ് ചെയ്ത് ക്ലിയർ? വേറെ സംശയം ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? നമ്മള് ആഗസ്റ്റില് ഇത് ഫയൽ ചെയ്യേണ്ടത് സെപ്റ്റംബർ എത്രാം തീയതിക്കുള്ള സാധാരണഗതിയിൽ? ഒരു മാസത്തെ റിട്ടേൺ ചെയ്യേണ്ടത് നെക്സ്റ്റ് മന്ത് 11-നുള്ളിൽ GST 1 ചെയ്യണം. നെക്സ്റ്റ് മന്ത് 20-നുള്ളിൽ GST 3B ചെയ്യണം. കേട്ടോ? ടാക്സ് അടക്കേണ്ടത് 3B-ലാണ്. ഓക്കെ. ടാക്സ് അടക്കേണ്ട ഡേറ്റും ഈ 11ഉം 20ഉം തന്നെയാണോ, അതോ അതിന് കൂടുതൽ? 11-ാം തീയതി ചെയ്യേണ്ടത് GST 1, ടാക്സ് അടക്കേണ്ടത് 3B-ലാണ്. 3B ചെയ്യേണ്ടത് നെക്സ്റ്റ് 20th ആണ്. സോ 20th ആണ് ടാക്സ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. കേട്ടോ? ഓക്കെ. വേറെ സംശയം? ഹലോ, പറയൂ. സാർ, ഈ ഇൻപുട്ട് GST അങ്ങനെ നമുക്ക് അസറ്റ് ആണ്? എനിക്കത് കട്ടായി പോയിരുന്നത്, ക്ലിയർ ആയില്ല. GST അസറ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കണ്ടില്ലേ, ഔട്ട്പുട്ടുകൾ ഇതൊക്കെ നമ്മൾ കസ്റ്റമറിൽ നിന്ന് മേടിച്ച ടാക്സ് അല്ലേ ഇതൊക്കെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ. അപ്പൊ കസ്റ്റമറിൽ നിന്ന് മേടിച്ച ടാക്സ് നമുക്ക് ഇത് അതുപോലെ ഗവൺമെന്റിന് അടക്കേണ്ട ആവശ്യമില്ല. ഇൻപുട്ടുകൾ മൈനസ് ആക്കാം, ബാക്കി അടച്ചാൽ മതി. അപ്പോ ഇൻപുട്ട് മൈനസ് ആക്കാം ഔട്ട്പുട്ടിനെ, അത് ബാക്കി അടച്ചാൽ മതി. അതാണ് അസറ്റ് എന്ന് പറയാൻ കാരണം. ക്ലെയിം എടുക്കാനുള്ളതാണ് ഇതൊക്കെ നമുക്ക്. ക്ലിയർ? അതായത് ഒരു മാസം 1000 രൂപ ഔട്ട്പുട്ടും 800 ഇൻപുട്ടും ഉണ്ടെങ്കിൽ 1000 അടക്കേണ്ട ആവശ്യമില്ല. 800 മൈനസ് ആക്കി ബാക്കി 200 അടച്ചാൽ മതി. ക്ലിയർ? സോ 800 ക്ലെയിം എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിനെ വിളിക്കാം അസറ്റ് എന്ന് വിളിക്കാം. കിട്ടാനുള്ളതാണ്. ക്ലിയർ? അതെങ്ങനെയാണ് കിട്ടുന്നത്? എനിക്കത് ക്ലിയർ ആയില്ല. ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ടേംസ് പറഞ്ഞതിന്റെ അകത്തുനിന്ന് എനിക്ക് ഇൻപുട്ട് GST എന്ന് പറയുന്ന ആ ടേം ക്ലിയർ ആയില്ല എനിക്ക്. ഇൻപുട്ട് GST എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആരിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു ആ സപ്ലയർക്ക് നമ്മൾ GST കൊടുക്കുമല്ലോ. ആ GST ആണ് ഇൻപുട്ട് GST. അപ്പോ ബിസിനസ് പർപ്പസിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട് നഷ്ടപ്പെടില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അത് നഷ്ടപ്പെടാതിരിക്കുക മീൻസ് നമ്മൾ സെയിൽ ചെയ്യത്തില്ലേ, സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമർ ടാക്സ് മേടിക്കത്തില്ലേ, ആ ടാക്സ് ആണ് ഔട്ട്പുട്ട് ടാക്സ്. ക്ലിയർ? ആ ഔട്ട്പുട്ട് ടാക്സ് ഗവൺമെന്റിന് അടയ്ക്കാനുള്ളതാണ്, ലൈബിലിറ്റി ആണ്. ആ ലൈബിലിറ്റി എമൗണ്ട് അടയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ഇൻപുട്ട് മൈനസ് ചെയ്യാം, ബാക്കി അടച്ചാൽ മതി. ക്ലിയർ?
അപ്പൊ നമുക്ക് കസ്റ്റമർ കയ്യിൽ നിന്ന് ഞാൻ 1000 രൂപ ഔട്ട്പുട്ട് മേടിച്ചുവെങ്കിൽ ആ സമയത്ത് എനിക്ക് പർച്ചേസിലൂടെ ഈ ഒരു 800 ഇൻപുട്ട് ഉണ്ടെങ്കിൽ ആ 1000 രൂപ ഔട്ട്പുട്ട് ഗവൺമെന്റ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ പർച്ചേസ് നടത്തുമ്പോൾ കൊടുത്ത ഇൻപുട്ട് 800 മൈനസ് ആക്കി ബാക്കി 200 അടച്ചാൽ മതി. ലാഭമില്ല നമുക്ക്. ക്ലിയർ ആ ലോജിക് കേട്ടോ? ഓക്കെ ക്ലിയർ. പിന്നെ ഈ ഔട്ട്പുട്ടും ഇൻപുട്ടും IGSTയിലെ ഔട്ട്പുട്ടും ഇൻപുട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതെല്ലാം ഫർദർ ക്ലാസ്സസിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരുമല്ലോ അല്ലെ? നമ്മൾ ഇനി എക്സാമ്പിൾ ഒക്കെ ചെയ്യും കേട്ടോ. ഓക്കെ മതി സർ, വളരെ ക്ലിയർ ആണ്. ഒരു ഐഡിയ കിട്ടിയോ ക്ലാസ്സിന്റെ? ഓ യു ആർ അബ്സല്യൂട്ട്ലി ക്ലിയർ. ഓക്കെ ശരി. താങ്ക് യു. സാറേ ഈ ഫോം നമ്പർ 1 ഉം 3B തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ സാറേ? GSR 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മാസത്തെ നമ്മുടെ സെയില് മാത്രം കാണിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് GSR 1 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം അതൊരു വലിയ സ്റ്റോറിയാണ്. കാരണം 1, 2, 3, 2A, 1A ആ 5 ഫോംസ് ഉണ്ട്. ആ 5 ഫോംസും ഇപ്പോ 2 ഫോമാക്കി മാറി. അതൊരു സ്റ്റോറിയാണത്. ചുരുക്കി പറഞ്ഞാൽ ഈ നിലവിൽ 1 ഉം 3B ആണ് ഫയൽ ചെയ്യുന്നത്. 1ൽ സെയില് മാത്രം കാണിക്കുന്നു, സെയിലും ഔട്ട്പുട്ട് ടാക്സ് ഡീറ്റെയിൽ ആയി കാണിക്കുന്നു. 3Bയില് ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സും മാത്രം കാണിക്കുന്നു. ക്ലിയർ? ദെൻ 3Bക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ടും ഇൻപുട്ടും സെറ്റ് ഓഫ് ചെയ്യുന്നു, ടാക്സ് അടയ്ക്കുന്നു. ഇതാണ് 3B. മനസ്സിലായോ? ഓക്കെ സാറേ, ഇതിപ്പോ ഓൺലൈൻ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് ഓൺലൈൻ തന്നെ സബ്മിറ്റ് ചെയ്യുവാന്നോ അതോ? അല്ല, നമുക്കിപ്പോ GST രജിസ്ട്രേഷൻ എടുക്കണം. നമ്മുടെ ബിസിനസിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് 40 ലക്ഷം 20 ലക്ഷം. അതായത് ഗുഡ്സ് മാത്രം ഡീൽ ചെയ്യുന്ന സ്ഥാപനമാണെന്ന് നമ്മുടേത് സങ്കല്പിക്കുക. ഗുഡ്സ് മാത്രം ഡീൽ ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ സെയിൽസ് ടേൺ ഓവർ 40 ലക്ഷം എപ്പോ ക്രോസ് ചെയ്യും ആ നിമിഷം നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനായി മാറുന്നു. ക്ലിയർ? സർവീസ്, അതെ, 40 ലക്ഷം സർവീസ് മാത്രമാണ്. സർവീസ് സ്ഥാപനമാണെങ്കിൽ 40 അല്ല 20 ലക്ഷം ആകുമ്പോ GST എടുക്കണം. ക്ലിയർ? സർവീസ് മിക്സ് ആണെങ്കിലോ 20 ലക്ഷം. എക്സ്ക്ലൂസീവ്ലി സപ്ലൈ ഗുഡ്സ് ആണ് 40 ലക്ഷം. ക്ലിയർ? അപ്പൊ അങ്ങനെ GST രജിസ്റ്റർ എടുത്ത ബിസിനസ് സ്ഥാപനം മിക്സ് ആണ്. എന്തോ സാർ പറഞ്ഞു? എത്ര പറഞ്ഞു? 20 ലക്ഷം. അതായത് 40 ഒറ്റക്കാരി ഓർത്താൽ മതി. എക്സ്ക്ലൂസീവ്ലി സപ്ലൈ ഗുഡ്സിന്റെ സപ്ലൈ മാത്രമാണെങ്കിലാണ് 40 ലക്ഷം. ക്ലിയർ? അതല്ല എങ്കിൽ 20 ലക്ഷം കേട്ടോ. ഓക്കെ, അങ്ങനെ GST എടുത്ത സ്ഥാപനത്തിന് ഒരു ലോഗിൻ ID ഉണ്ടാവും, ഐഡിയും പാസ്വേഡും. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? GS സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഫോംസ് ഉണ്ടാവും. അത് ആ സമയത്ത് പോയി നമുക്ക് എന്ത് ചെയ്യാം? ആ ഫോം ഓപ്പൺ ചെയ്യുന്നു, അതിനകത്ത് ഓരോ ബോക്സ് ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഡാറ്റ കംപ്ലീറ്റ് നമ്മൾ എൻ്റർ ചെയ്യും. നമ്മൾ മാനുവലി ഫില്ല് ചെയ്യും കേട്ടോ. ഫില്ല് ചെയ്യും. മനസ്സിലായി ആ ലോജിക് കേട്ടോ? ഓക്കെ. പിന്നെ അത് ഡിജിറ്റൽ സൈനോ അങ്ങനെ എന്താണ് പറഞ്ഞൊരു സംഭവമില്ലേ സാർ? അത് DSCയും EVC ഒക്കെ ഉണ്ട്. ഒരു കമ്പനി ആണെങ്കിൽ, കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണെങ്കിൽ അതിന്റെ ഓതറൈസ്ഡ് വ്യക്തി ആരാണോ അതിന്റെ DSC ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിന്റെ ഓതന്റിക്കേഷൻ ആണ്. ഒരു പ്രൊപ്രൈറ്ററി സ്ഥാപനമാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ അവസാനം EVC ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് OTP വരും മൊബൈൽ. അതൊക്കെ നമ്മൾ ഫയലിംഗിൽ നന്നായിട്ട് പറഞ്ഞിരും കേട്ടോ. ഓക്കെ, ക്ലിയർ? ഇൻ കേസ് സാറേ നമ്മൾ ഇതിപ്പം പല സ്ഥാപനങ്ങളുടെ എടുത്ത് ഫയൽ ചെയ്യുവാന്ന് വെച്ചോ, ലൈക്ക് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക, പല സ്ഥാപനങ്ങളുടെ ഈ ഫയലിംഗ് ചെയ്യുവാന്ന് വെച്ചു, ഈ GST. അതിനാണ് അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ എന്തോ സെപ്പറേറ്റ് ലൈസൻസോ വല്ലതും എടുക്കേണ്ടി വരുമോ? അതോ നമുക്ക് പല സ്ഥാപനങ്ങളുടെ നമ്മൾ എടുത്ത് അവർ ഓൺ ബിഹാഫ് ഓഫ് ദം ഇഫ് വി ആർ ഫയലിംഗ്? ഉറപ്പായിട്ട് അത്രേ ഉള്ളൂ, വേറെ ലൈസൻസ് ഒന്നും ഇല്ല പ്രത്യേകിച്ച്. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മളെ സൈറ്റിൽ പോയിട്ട് ഈ പറഞ്ഞ സംഭവം എല്ലാം ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അവരുടെ ID മേടിക്കണം. അവരുടെ ID മേടിച്ച് അവരുടെ ID ഓപ്പൺ ചെയ്ത് കൊടുക്കണം നമ്മൾ. മനസ്സിലായോ? ഇപ്പോ ഇത് അറിയാമെങ്കിൽ അവർക്ക് ചെയ്യേണ്ടതേ ഉള്ളൂ. അവർക്ക് അറിയില്ല, സോ നമ്മളെ ഏൽപ്പിക്കുന്നു ചെയ്യാനായിട്ട്. മനസ്സിലായോ? ആസ് എ കൺസൾട്ടന്റ് നമുക്ക് ചെയ്യാം കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ GST 9C, ആ 9C മാത്രം ചെയ്യാൻ പറ്റില്ല, ബാക്കി എല്ലാം ചെയ്യാം കേട്ടോ. ഓക്കെ 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 സാർ, താങ്ക് യു. സാർ ഒരു സംശയം. സാർ ഈ GST രജിസ്ട്രേഷൻ എടുത്തത് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എടുക്കാൻ പറ്റുമോ? പിന്നെന്താ,
നമുക്കിപ്പോ അതോറിറ്റി ആയിട്ട് ക്യാൻസൽ ആക്കിയെങ്കിൽ നമുക്ക് റിവോക്കേഷൻ അപ്ലൈ ചെയ്യാം, വീണ്ടും ആപ്ലിക്കേഷൻ കൊടുക്കാം, പ്രോബ്ലം ഇല്ല. നമ്മളായിട്ട് സ്റ്റോപ്പ് ആക്കിയതാണെങ്കിൽ വീണ്ടും നമുക്ക് റീസൺ എന്താണെന്ന് നോക്കിയിട്ട് GST വീണ്ടും അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നമില്ല. നമ്മൾ GST എടുത്താൽ അത് ഗവൺമെന്റിലെ നേട്ടം വരുന്നേ. ക്ലിയർ? ഇപ്പൊ GST നമ്മൾ അടക്കാതെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്താ ചെയ്യണേ? അടയ്ക്കാതെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ, അടയ്ക്കാതിരുന്നതിന്റെ പേരിൽ അതോറിറ്റി ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിവോക്കേഷൻ വീണ്ടും അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്ര എമൗണ്ട് നമ്മൾ അടയ്ക്കാതിരുന്നോ അതെല്ലാം അടയ്ക്കാൻ പറയും. എല്ലാ റിട്ടേൺസും പെൻഡിങ്ങിലുള്ള എല്ലാം ഫയൽ ചെയ്യുക. എത്ര ടാക്സ് നമ്മൾ അടയ്ക്കാതിരുന്നോ അതിന്റെ പലിശ 18% ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് അടയ്ക്കാൻ പറയും. ക്ലിയർ? ഓക്കെ. അടുത്ത ഡൗട്ട് വിളിക്കൂ. ഹലോ. പറയൂ. ഹലോ. പറയൂ സാർ, ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാല് നമുക്കിപ്പം IGSTന്റെ ഇൻപുട്ട് മാത്രമേ ഉള്ളൂ, നമുക്ക് സെയിൽ ഇല്ല IGST. അപ്പൊ എങ്ങനെയാ അതിന്റെ കാര്യം വരുവാ? IGST ഇൻപുട്ട് മാത്രമേ ഉള്ളൂ, സെയിൽ ഇല്ല. അപ്പോ ഇവിടെ ഇൻപുട്ട് ഉണ്ട്, ഇവിടെ സെയിൽ ഔട്ട്പുട്ട് ഇല്ല അല്ലെ? അങ്ങനെയാകുമ്പോ വളരെ സിമ്പിൾ അല്ലേ? CGSTയും SGST നേരെ എന്ത് ചെയ്യും? IGST ഇൻപുട്ട് ക്ലെയിം എടുക്കും. ക്ലിയർ? ഓക്കെ. ക്ലെയിം എടുത്ത ശേഷം ബാക്കി വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ സ്വന്തം ക്ലെയിം എടുക്കും. ക്ലാസ്സിൽ ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഡിസ്കഷൻ ഉണ്ടായിരിക്കോ? എങ്ങനെ? നമ്മളുടെ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ ഒരു 10 മിനിറ്റ് അവസാനം ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക? ഉറപ്പായിട്ടും അങ്ങനെയാണ്. അതെ. നമുക്ക് അന്ന് അടുത്ത ക്ലാസ് എന്തൊക്കെയാണ് അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടേ? ഓക്കെ. പറയൂ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് GSTന്റെ എന്തായാലും GST ആണ് നമുക്ക്. ആ സമയത്ത് GST എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് അല്ലേ 40 lakhs എന്തായാലും ഉണ്ടോന്ന് അറിയില്ലല്ലോ, അതിന്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാ വരിക? നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 40 lakh ഇല്ല എങ്കിൽ, GST എടുത്തിട്ടില്ല എങ്കിൽ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ഔട്ട്പുട്ട് വരത്തൂലല്ലോ നമുക്ക് അവിടെ അല്ലേ? GST എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് GST എടുത്തു, അപ്പൊ നമുക്ക് ഓൾറെഡി ഇൻപുട്ട് കിട്ടും. അതെ, GST എടുത്തുവെങ്കിൽ ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. അപ്പൊ അത് ഇപ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, GST എടുത്തു, പർച്ചേസ് ഉണ്ട്, സെയിൽ ഇല്ലെന്നാ പറയുന്നേ. GST സെയിൽ കുറവാണ്. ഓക്കെ. GST സെയിൽ ഇല്ലെങ്കിൽ ഇൻപുട്ട് മാത്രമേ ഉള്ളൂങ്കിൽ ആ ഇൻപുട്ട് മാത്രം 3Bയിൽ കാണിച്ച് പോയാൽ മാത്രം മതി. അത് ഓരോ മാസം ഇങ്ങനെ കൂടി പോകും കേട്ടോ. ഓക്കെ. നമ്മുടെ ഇൻപുട്ട് 3Bയില് നമ്മളെ ബുക്കിൽ കാണിക്കണം. കാണിക്കാതെ ആ ഇൻവോയ്സ് മിസ്സായി പോയി, ആ പർച്ചേസ് ബില്ല് കാണാതായി, അങ്ങനെയൊക്കെ വന്നാൽ മാത്രമാണ് നമുക്ക് ടൈം ലിമിറ്റ് ഉള്ളത്. ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ സമയപരിധിയുണ്ട്, മനസ്സിലായോ? പക്ഷെ ആ പർച്ചേസ് ബില്ലിലെ ഇൻപുട്ട് 3Bയിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം ഇല്ല, അവിടെ കിടന്നോളും, എത്ര വർഷമായാലും ക്ലെയിം എടുക്കാം. അതെ. സാർ, ഒരു സംശയം. പറയൂ. സാർ, നമ്മള് GST നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ടേൺ ഓവർ ഇപ്പൊ 40 lakhsന് താഴെയാണ് വരുന്നത്, അതായത് ഒരു 20-25 lakhs ഒക്കെ വരണുള്ളൂ. അപ്പൊ നമ്മൾ ഇത് റെമിറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണോ? നമുക്ക് ടേൺ ഓവറിന്റെ ബിലോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ആക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യാം, വേണ്ട എങ്കിൽ ടേൺ ഓവർ ഇല്ല എന്ന കാരണം കാണിച്ചുകൊണ്ട്. മനസ്സിലായോ? നമുക്ക് കസ്റ്റമറുടെ കളക്ട് ചെയ്ത പൈസ എന്ത് ചെയ്യും? അല്ല, നമ്മൾ ഈ മാസം ഞാൻ കളക്ട് ചെയ്ത് അത് അടയ്ക്കണം, ആ മാസം ഫയൽ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യുക? അത് ക്യാൻസൽ അപ്ലൈ ചെയ്യാം, ക്യാൻസലേഷന്. മനസ്സിലായോ? ക്യാൻസലേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് മുമ്പുള്ള എല്ലാ റിട്ടേൺസും ക്ലിയർ ആയിരിക്കണം. ക്ലിയർ? സാർ, അരവിന്ദ് സാർ അല്ലേ? ഏതാ? അരവിന്ദ് സാർ. ഹലോ. ഹലോ. പറയൂ. സാറേ, ഇൻപുട്ട് ടാക്സ് കൂടുതലാണ്, നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് കുറവാണെങ്കിൽ അപ്പൊ ഇൻപുട്ട് ടാക്സ് പിന്നെ അപ്പൊ നമുക്ക് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ലല്ലോ? ഇല്ല, അടക്കേണ്ട ആവശ്യമില്ല, ഇൻപുട്ട് കൂടുതലുണ്ടല്ലോ.
അത് അങ്ങനെ കാണിച്ച് ഫയൽ ചെയ്താൽ മതി. ആ ഇൻപുട്ട് അവിടെ കിടക്കും. ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുമ്പോ പിന്നെ ഇൻപുട്ട് ടാക്സ് ബാലൻസ് കിടക്കുന്നുണ്ട്, ഔട്ട്പുട്ട് ടാക്സ് കുറവാണ്. അപ്പൊ അത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലോട്ട് ഇൻപുട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും ആ ഇൻപുട്ട് അങ്ങനെ പോകും. അത് എത്ര വർഷം വേണോ പോകും കേട്ടോ. ഓക്കെ, ഹലോ പറയൂ. ഈ ഇൻപുട്ട് ടാക്സ് കൂടുതലും ഔട്ട്പുട്ട് ടാക്സ് കുറവുമായിട്ട് ഇങ്ങനെ ക്യാരി ഓൺ ചെയ്ത് പോകാൻ പറ്റുമോ? അങ്ങനെ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഇൻപുട്ട് അല്ലേ അത്, നമ്മുടെ ഇൻപുട്ട് നമ്മുടെ 3Bയിൽ കാണിച്ച് നമ്മൾ ലെഡ്ജർ ബുക്കിലേക്ക് അത് കയറി പോകും. അത് അവിടെ കിടക്കും അത് കേട്ടോ. അത് നമുക്ക് ആവശ്യമുള്ളത് ക്ലെയിം എടുക്കാം, ബാക്കി കിടക്കട്ടെ. അപ്പൊ സെയില് കുറവാൻ പാടുമോ? അങ്ങനെ നമ്മള് കൂടുതൽ ഇൻപുട്ട് എടുത്തിട്ട് എങ്ങനെയാണ് സെയിലും കൂടി നടക്കണ്ടേ? ഇല്ല, പർച്ചേസിന്റെ അതായത് നമ്മള് സെയിൽ ചെയ്യുന്ന ഐറ്റം പർച്ചേസ് നടത്തിയ ഇൻപുട്ട് മാത്രമല്ലല്ലോ ക്ലെയിം എടുക്കുന്നേ, അസറ്റിന്റെയും എക്സ്പെൻസിന്റെയും ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നില്ലേ നമ്മൾ? അല്ല, അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനം എന്തായാലും സെയിൽ ചെയ്ത് പോണ്ടേ? അല്ല, നമ്മൾ പർച്ചേസ് നടത്തിയിട്ട് ആ പർച്ചേസ് നടക്കുമ്പോൾ ഉള്ള ഇൻപുട്ട് മൊത്തം 3Bയിൽ കാണിക്കാം, ലെഡ്ജർ ബുക്കിൽ കയറി പോകും. അത് സെയിൽ നടക്കുമ്പോൾ നടക്കത്തുള്ളൂ. സെയിൽ നടന്നില്ലെന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പൊ ചില ആൾക്കാർ അത് എന്താണ് ടാക്സ് ഇല്ലാതെ എന്തെങ്കിലും ചെയ്താലോ, സെയിൽ ചെയ്താലോ വാങ്ങിയിട്ട് എങ്ങനെ? ഇപ്പൊ പർച്ചേസ് ചെയ്തു, ആ പർച്ചേസ് ചെയ്തിട്ടും ചിലതില് എല്ലാം GST ബില്ല് ഇല്ലാതെ ചിലവർ ചെയ്യാനാണെങ്കിലോ, സെയിൽ ചെയ്യുകയാണെങ്കിലോ അത് ചെയ്യാൻ പാട് ഇല്ലീഗൽ അല്ലേ? അത് അല്ല, ഈ ചെറിയ ചെറിയ എമൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ എന്റെ കേസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. വെച്ചാൽ ചിലതിന് ഇപ്പൊ ഞാൻ ഒരു പ്രിന്റിംഗ് പ്രസ് നടത്തുന്നുണ്ട്. അപ്പം ഇടയ്ക്ക് പർച്ചേസ് ചെയ്ത ചെറിയ ബില്ലൊക്കെ ആണെങ്കിൽ ബില്ലില്ലാതെ ഇപ്പൊ ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ 500 രൂപയുടെ ഒക്കെ ആണെങ്കിൽ അല്ല, അത് കസ്റ്റമർ അങ്ങനെ ചോദിക്കില്ല ബില്ല്. അതായത് GST റൂൾ പ്രകാരം 200 രൂപയ്ക്ക് മേലെയാണെങ്കിൽ നിർബന്ധമായിട്ടും പ്രത്യേകം ടാക്സ് ബില്ല് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. 200-ന് ബിലോ ആണെങ്കിൽ അത് B2B സെയിൽ ആണെങ്കിൽ നിർബന്ധമായിട്ട് ഇൻവോയ്സ് വേണം പ്രത്യേകം. B2C അതായത് നമ്മുടെ കസ്റ്റമർക്ക് GST നമ്പർ ഉള്ള കസ്റ്റമർക്ക് സെയിൽ നടത്തിയാൽ 200-ന് ബിലോ ആണ്, ജസ്റ്റ് 1 രൂപയാണെങ്കിലും പ്രത്യേക ബില്ല് മെയിൻറ്റെയിൻ ചെയ്യണം. അതെ, 200-ന് ബിലോ ഉള്ള എമൗണ്ട് GST ഇല്ലാത്ത കസ്റ്റമർക്ക് സെയിൽ നടത്തിയാൽ അതിന് പ്രത്യേകം ഇൻവോയ്സ് വേണോന്ന് ചോദിച്ചാൽ കസ്റ്റമർ ആവശ്യപ്പെട്ട മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ആ ഒരു ദിവസം അവസാനിക്കുമ്പോൾ എൻഡ് ഓഫ് ദ ഡേ സമ്മറി തയ്യാറാക്കി വെച്ചാൽ മതി. ക്ലിയർ? എന്തായാലും സെയിൽ നടത്തിയ കൃത്യമായ ഡോക്യുമെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ? ഓക്കെ, ക്ലിയർ. ഇപ്പൊ ഞാനിപ്പോ ഒരാളുടെ ക്ലയന്റിന്റെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ആ സമയം ഞാൻ അവരുടെ കയ്യിൽ നിന്ന് സെയിലും മേടിക്കും, അതിന്റെ ഒപ്പം തന്നെ അവരുടെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് മേടിക്കും. അപ്പൊ അവരുടെ ബാങ്കിൽ എത്ര എമൗണ്ട് വന്നു, സെയിൽ എത്ര എമൗണ്ട് ആയി. അപ്പൊ സെയിൽ 10 ലക്ഷം, ബാങ്കിൽ വന്ന എമൗണ്ട് 9 ലക്ഷം, ബാക്കി 1 ലക്ഷം രൂപ ക്യാഷ് റിസീവ് ചെയ്തു. ഇനി അതിന്റെ ഡോക്യുമെന്റ്സ് എവിടെ, റിസീപ്റ്റ് ബുക്ക് എവിടെ, അതൊക്കെ ചോദിക്കും അവിടെ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ആക്കാം നമുക്ക്. ഓക്കെ, സോ നമ്മൾ ക്ലോസ് ചെയ്യുന്നു ഡെമോ ക്ലാസ് കേട്ടോ. ഡൗട്ട് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക. ക്ലിയർ? ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തേക്കാം, ഈ നോട്ടും ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ.